ജീവിത മാധുര്യമേ. ആയിരം ആയിരം പൊൻവെള്ളി നാണ്യത്തിൽ മൂല്യം ക്ഷയിക്കും നിൻ വചന മുൻപിൽ. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ദൈവ തിരുസന്നിധിയിൽ ദൈവത്തിന് ശരീരമായി, ദൈവത്തിന് ശബ്ദമായി, ദൈവിക ചിന്തകളുടെ പ്രകാശനമായി സ്വർഗത്തിലെ ദൈവം നിൽക്കുവാൻ തന്ന അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുക. വാട്ട് എ പ്രൊഫൗണ്ട് ഹോണർ. ഹല്ലേലൂയ. ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്ന സ്വർഗത്തിന്റെ പൗരന്മാരായി, അംബാസിഡേഴ്സ് ആയി സ്വർഗത്തിലെ നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുക. ഹല്ലേലൂയ. സ്വർഗത്തെ ഭൂമിയിലേക്ക് വെളിപ്പെടുത്തും. ഇതൊരു മതം നടത്തുവാനുള്ള സമയമല്ല ഇത്. അനേകർ തെറ്റിപ്പോയി. പ്രിയ സഹോദരങ്ങളെ, അവർക്ക് ജീവിതത്തിൽ ഒരു മെക്കാനിക്കൽ ലൈഫായി പോയി. ഇതിനൊരു ത്രില്ലില്ലാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് അവർ ചെയ്യുന്നത് എന്താണെന്നുള്ള ബോധം അവർക്കില്ലാത്തത്. അവർക്ക് ബോധമില്ല എന്താ ഈ ചെയ്യുന്നതെന്ന്. അവർ ശുശ്രൂഷ ചെയ്യുക, ഞങ്ങള് ഇന്ന സഭയെ സർവ് ചെയ്യുക, ഇന്ന സഭയിൽ മിനിസ്റ്റർ ചെയ്യുക. യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നതെന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ഈ ആത്മീക ജീവിതം, ഹല്ലേലൂയ, ഇറ്റ്സ് എ ഗ്ലോറിയസ് ലൈഫ്. ഹല്ലേലൂയ. വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ജീവിതമാണ് ഇത്. ഹല്ലേലൂയ. ആ ദൈവിക കാഴ്ചപ്പാടിൽ, ആ ദൈവം വെച്ച പെർസ്പെക്റ്റീവ്, ആ വ്യൂ പോയിന്റിൽ കാര്യങ്ങളെ കാണുവാനായിട്ട് ഇടയാണ്. ലോർഡ് വി താങ്ക് യു. പ്രിയ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ, ഇത് എന്തിനാണ് ബോഡി ഓഫ് ക്രൈസ്റ്റിനെ ലോകത്തെ അറിയിക്കുന്നത് എന്ന് വെച്ചാൽ, ലോകം അറിയാതെ കിടക്കുന്ന ഈ ചിന്തകൾ ദൈവം നമ്മളെ അറിയിക്കുകയാണ്. എന്തിനാണ്? സത്യം നമ്മൾ അറിയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാക്കണം, കൂടുതൽ തേജസ്സിലേക്ക് നാം കടന്നു വരാനായിട്ട് ഇടയാണ്. അപ്പോ ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ പലർക്കും ഈ ലോകപരമായി ചിന്തിച്ച് ക്രിസ്തുവിന്റെ മാർഗത്തെ ഒരു മതമാക്കി മാറ്റി ചിന്തിക്കുന്ന പലർക്കും ഇതൊരു കേൾക്കുമ്പോൾ ഒരു പ്രയാസമൊക്കെ ഉണ്ടാകും. കാരണം എനിക്ക് അവരെ മനസ്സിലാക്കാൻ കഴിയും ഹൃദയം കൊണ്ട്. കാരണം അവര് പഠിച്ചു വെച്ചത് അവരുടെ സമ്പ്രദായത്തിന് വിപരീതമായി പറയുമ്പോൾ അവർക്ക് വിഷമമുണ്ടാകും. പ്രിയ സഹോദരികളെ, നിങ്ങളെ വിഷമിപ്പിക്കുന്നതിന് എനിക്കും വിഷമമുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ, ഈ ബൈബിളിൽ ഉള്ളതല്ലാതെ വേറെ എന്തെങ്കിലും ഞാൻ പറയുന്നെങ്കിൽ അതിന് ചൂണ്ടിക്കാണിക്കണം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല. ഈ പറയുന്നതൊക്കെ ഈ വചനത്തിന് അടിസ്ഥാനമാണ്. സത്യം നമ്മൾ അറിയുമ്പോൾ, സത്യവേദ പുസ്തകം എന്ന് വരും, സത്യം നമ്മളെ സ്വതന്ത്രമാണ്. സത്യം നമ്മളെ സ്വതന്ത്രമാണ്. അപ്പൊ ഈ നാളുകളില് നമ്മൾ മനസ്സിലാക്കി വെച്ച നമ്മുടെ സമ്പ്രദായം പലതും തെറ്റാണെന്ന് നാം കേൾക്കുമ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മൾ ദേഷ്യപ്പെടുകയല്ല വേണ്ടത്. പകരം ഈ ബൈബിളിൽ ഈ സഹോദരൻ കുറച്ച് നാളായാലും ഇതൊക്കെ പറഞ്ഞു നടക്കണേ, ഈ പറഞ്ഞത് ശരിയാണോ എന്ന് വചനം നോക്കണം. അല്ലാതെ പല്ല് കടിച്ചിട്ടോ വേറെ രീതിയിൽ എന്തിനു പറഞ്ഞിട്ടോ എന്താ കാര്യമുള്ളേ? സ്റ്റീഫനെ നോക്കി, സ്തേഫാനോസിനെ നോക്കി അന്നത്തെ യഹൂദന്മാര് പല്ല് കടിച്ചു, ഒരു കാര്യം ഉണ്ടായില്ല. സ്റ്റീഫനെ നോക്കി അവര് പല്ല് കടിച്ചപ്പോ കർത്താവായ യേശു പിതാവിന്റെ വലതുഭാഗത്ത് എഴുന്നേറ്റ് നിന്നിട്ട് സ്റ്റീഫനെ വെൽക്കം ചെയ്യുക. ശ്രദ്ധിച്ചേ പ്രിയ സഹോദരങ്ങളെ, ഈ ലോകം കൊണ്ട് ജീവിതം തീരുന്നില്ല. നമ്മളെ വെൽക്കം ചെയ്യുന്ന ദൈവരാജ്യം, മറ്റൊരു ലോകമുണ്ട്. ഇവിടെ നമ്മൾ ഇപ്പോൾ ആ ദൈവത്തിന്റെ ചിന്തകളുടെ പ്രകാശമായി അല്ല, ദൈവം വസിക്കുന്ന ആലയങ്ങളായി, ദൈവത്തെ വെളിപ്പെടുത്തുന്ന ചാലകങ്ങളായി. നേരത്തെ നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ സന്ദേശങ്ങളിൽ ഗ്ലാസ്സിൽ പാല് നിറച്ചപ്പോ, ഇതേപോലെ നമ്മളിലൂടെ ദൈവത്തെ ഈ ഭൂമിയിലേക്ക് കാണിക്കേണ്ട ഒരു അവസരമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാതെയും ചെയ്യാതെയും ഒക്കെ ഇരുന്നിട്ട് ഇതൊക്കെ പറയാൻ വേണ്ടി ദൈവപുത്രനായ ക്രിസ്തു, വചനം മാംസമായി വന്ന ക്രിസ്തുവിനെ ദൈവമായി ആരാധിച്ച് ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ഈ ജനത്തോട് പറയുകയാണ്, യേശു പറഞ്ഞത് ഇതല്ല, യേശു പറഞ്ഞത് ഇതല്ല. യേശു പറഞ്ഞത് ഞാനൊരു മാർഗമാണ്. എങ്ങോട്ടേക്കുള്ള മാർഗം? എന്നെ അയച്ച
സ്വർഗീയ പിതാവിലേക്ക്, ഏക സത്യ ദൈവത്തിലേക്കുള്ള വഴിയാണ് ഞാൻ. അങ്ങോട്ടേക്ക് ജീവനില്ലാത്ത നിങ്ങൾക്ക് പോകുവാനുള്ള ജീവനാണ് ഞാനാണ് സത്യം. എന്നിലൂടെ നിങ്ങൾ പിതാവിന്റെ അടുക്കൽ എത്തണം എന്നുള്ള സത്യം യേശു പറഞ്ഞിട്ട്, ആ സത്യം പ്രിയ കുഞ്ഞുങ്ങളെ പിശാചൻ നമ്മുടെ അടുക്കൽ നിന്ന് മറച്ചിട്ട് യേശു പറയാത്ത മറ്റൊരു കാര്യം നമ്മൾ ഏറ്റെടുത്തു. ഇത് നമുക്ക് എവിടുന്ന് കിട്ടി? യേശു പറയാത്ത ഈ ബൈബിളിൽ പറയാത്ത മറ്റൊരു കാര്യം നമ്മൾ ഏറ്റെടുത്തു. യേശുവിനെ ദൈവമായി വെച്ച് നമ്മൾ ആരാധിക്കാൻ തുടങ്ങി. ആരാധിക്കുന്നതിൽ തെറ്റില്ല, ആരാധിക്കാൻ ഉള്ള ചില വ്യവസ്ഥകൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവം അനുവദിക്കുക, ദൈവം വരുന്ന സന്ദേശങ്ങളിൽ അത് നമ്മൾ പറഞ്ഞു തരും. പക്ഷേ നമ്മൾ തെറ്റിപ്പോയി. യേശു പറഞ്ഞതല്ല നമ്മൾ ചെയ്യുന്നു. എന്റെ സഹോദരങ്ങളെ, ഇന്ന് മറ്റൊരു മതത്തിൽപ്പെട്ട, മതത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഒരു വ്യക്തി, ആ വ്യക്തി എനിക്ക് തന്ന അല്ലെങ്കിൽ എന്നോട് പറഞ്ഞ സന്ദേശവുമായിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്. ഞങ്ങൾ മറ്റൊരു മതത്തിൽ നിന്ന് കുടുംബമായി രക്ഷാനുഭവത്തിലേക്ക് വന്നു, മറ്റൊരു മതത്തിൽ നിന്ന്. പക്ഷേ ഇവിടെ ഞങ്ങൾ വന്ന മതം ഇതിന് ഒട്ടും കുറവുള്ള മതമൊന്നുമല്ല, ഭയങ്കര ശ്രേഷ്ഠമായ മതമാണത്. പക്ഷെ ആ മതത്തിൽ നിന്ന് നിങ്ങളുടെ അടുക്കിലേക്ക്, ക്രിസ്ത്യാനികളായ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നിട്ട് തുടർന്ന് വചനം പഠിച്ചപ്പോഴാണ് മനസ്സിലായത് നിങ്ങൾ ചെയ്യുന്നത് ഈ പുസ്തകത്തിൽ പറയുന്നതല്ല. ശ്രദ്ധിച്ചേ, മറ്റൊരു മതസ്ഥനായി പറയണേ, കുടുംബമായി ഒന്നാരായി പറയണേ. എന്നിട്ട് ഈ പുസ്തകത്തിലുള്ള കാര്യം നിങ്ങളോട് പറയുമ്പോ നിങ്ങൾ ഞങ്ങളെ പുറത്താക്കുന്നു, നിങ്ങൾ ഞങ്ങളെ കള്ളന്മാരെ മുദ്ര കുത്തുന്നു. ശ്രദ്ധിച്ചേ, മറ്റൊരു മതത്തിൽ നിന്ന് ക്രിസ്ത്യാനി തലത്തിലേക്ക് കടന്നു വന്ന് യേശു രക്ഷകനായി സ്വീകരിച്ച് വീണ്ടും ജനിച്ച ആ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് മറ്റൊരു മതത്തിൽ നിന്ന്, അതായത് ക്രിസ്ത്യാനി തലത്തിലേക്ക് പോയ കൊന്നുകളയുന്ന, അല്ലെങ്കിൽ മതം മാറിയ കൊന്നുകളയുന്ന ഒരു മതത്തിൽ നിന്നാണ് അവർ വന്നത്. അത്രത്തോളം വില കൊടുത്തിട്ടാണ് അവർ വന്നത്. വില കൊടുത്തിട്ട് വീണ്ടും ജന അനുഭവത്തിലേക്ക് കടന്നു വന്ന് സ്നാനപ്പെട്ടു. അതോടുകൂടെ ആ ജനങ്ങൾ ആ തീക്ഷ്ണത വെച്ചിട്ട് ഇതാ ഗൾഫിലെ ജോലി വരെയും രാജിവെച്ച് അവർ ആ തീക്ഷ്ണതയിൽ ഇറങ്ങിയിട്ട് പുസ്തകം പഠിച്ചപ്പോ അവർക്ക് മനസ്സിലായി, ഇതാ ഞങ്ങൾ പോകുന്നത് ഈ പുസ്തകവും രണ്ടും രണ്ടാണ്. ഉടനെ അവര് ചെന്നിട്ട് അവരെ വചനം പഠിപ്പിച്ച ആ വ്യക്തിയോട് ഈ പുസ്തകത്തിലെ കാര്യം പറഞ്ഞപ്പോ ആ പറഞ്ഞത്, നിങ്ങൾ തെറ്റിപ്പോയി. അവര് പറഞ്ഞത് നിങ്ങൾ തെറ്റിപ്പോയി. അവരെ കളിയാക്കി, അവരെ പുറത്താക്കി. മക്കളെ, സഹോദരങ്ങളെ, ക്രിസ്ത്യാനികളെ, ഇങ്ങനെയാണോ നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ടേ? വചനത്തിലൂടെ കാര്യം ചോദിക്കുമ്പോ ചുമ്മാ വായി തോന്നുന്ന സമ്പ്രദായം വിളിച്ചു പറയല്ല വേണ്ടത്. സമ്പ്രദായം വിളിച്ചു പറഞ്ഞാൽ പ്രിയ കുഞ്ഞുങ്ങളെ നമുക്ക് എന്ത് പറ്റുമെന്ന് അറിയാമോ? കർത്താവ് യേശു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട്, യഹൂദന്മാരോട് പറഞ്ഞ, ഇന്ന് ക്രിസ്ത്യാനികളോട് ചേർന്നാ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് ദൈവവചനത്തെ ദുർബലമാക്കുന്നു. നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട്, നിങ്ങൾ പഠിച്ചു വെച്ചത് കൊണ്ട്, നിങ്ങളുടെ തെറ്റായ അറിവ് കൊണ്ട് ദൈവവചനത്തെ നിങ്ങൾ ദുർബലമാക്കുന്നു. എന്നിട്ട് പറയാണ്, നിങ്ങൾ വ്യർത്ഥമായി നിങ്ങൾ എന്നെ ആരാധിക്കുന്നു, ഭജിക്കുന്നു. നിങ്ങൾ എന്നെ ആരാധിക്കുന്നുണ്ടല്ലോ, അത് വെറുതെയാണെന്ന് ഞാൻ പറഞ്ഞതല്ലോട്ട്, ഇതൊക്കെ കർത്താവ് പറഞ്ഞതാ. അപ്പൊ എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ സഹോദരങ്ങളെ, നിങ്ങളോട് പറയുന്നേ, നമുക്ക് എന്തുകൊണ്ട് ദൈവവചനത്തിന് അടിസ്ഥാനം ഇട്ടുകൂടാ? ആദിയിൽ കത്തോലിക്ക സഭ ഉണ്ടായിരുന്നോ, പെന്തക്കോസ്ത് സഭ ഉണ്ടായിരുന്നോ, മാർത്തോമ സഭ ഉണ്ടായിരുന്നോ? ഒന്നും അല്ലല്ലോ പറയുന്നേ. ആദിയിൽ വചനമല്ലേ ഉണ്ടായിരുന്നേ. അതുകൊണ്ട് വചനത്തിന് മുൻതൂക്കം കൊടുക്കുന്ന വ്യക്തിത്വങ്ങളായി നമുക്ക് എന്തുകൊണ്ട് മാറിക്കൂടാ? എന്റെ മെത്രാനെ, എന്റെ പാസ്റ്ററെ, എന്റെ അച്ചോ തെറ്റാണെങ്കിൽ തിരുത്തപ്പെടാൻ തയ്യാറുള്ള മനസ്സുമായിട്ടാണ് തിരുത്ത്. ഞാൻ പറയുന്നത് ശരിയാണ് ഞാൻ പറയില്ല, കാരണം അനേകം തെറ്റുകളുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ തെറ്റുകളില്ലാത്ത ക്രിസ്തു എന്റെ തലയായി ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരാളാണ്. ഓരോ നിമിഷവും ദൈവവചനം പറയുമ്പോൾ അത് എന്റെ ജീവിതത്തിൽ തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ആരെങ്കിലും പറഞ്ഞു തന്നാൽ വായിക്കുമ്പോൾ മനസ്സിലായ, ദൈവത്തെ കേൾക്കുമ്പോൾ മനസ്സിലായ, കറക്റ്റ് ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിത്വമാണ്. കാരണം എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നീതിയിൽ നിലനിൽക്കണം. അതാ ശ്രേഷ്ഠത. നീതിയിൻ സൂര്യനാമൻ പിതാവേ,
നിന്റെ നീതിയിൽ നിൽക്കുവാൻ കൃപ തരേണേ. നിൻ ദിവ്യ തേജസ്സിൻ മധ്യേ വസിച്ചെന്നെ തേജസ്സിൻ തേജസ്സായി മാറ്റിയിടണേ. ഗ്ലോറി. നമ്മുടെ ജീവിത ലക്ഷ്യം അതായിരിക്കും. ആ ദൈവത്തിന്റെ നീതിയിൽ നിന്ന് തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് വളരണം. ഹല്ലേലൂയ. അല്ലാണ്ട് ഗ്രൂപ്പിസമോ സമ്പ്രദായം കൊണ്ട് കാര്യമില്ല. അത് വളരെ ശ്രദ്ധയോടുകൂടെ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചോളൂ. നമ്മുടെ സമ്പ്രദായം എന്ത് തന്നെ ആയിക്കോട്ടെ, അതിനെയൊക്കെ വിട്ടിട്ട് ദൈവവചനത്തിന്റെ സമ്പ്രദായത്തിലേക്ക് നാം മാറണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ അപകടമാർക്കാണ് നമുക്ക് തന്നെയാണ്. ആ മറ്റൊരു മതസ്ഥ് ഈ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്ന ഈ സാക്ഷ്യം അത് ദൂതന്മാർ കേൾക്കുന്നു, അത് പിശാചുക്കൾ കേൾക്കുന്നു, അവർ പൊട്ടിച്ചിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ആകരുത്. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തിന്റെ പ്രകാശമായിരിക്കും. വചനത്തിന് അടിസ്ഥാനപ്പെട്ട് ജീവിക്കുവാൻ ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടണം. പലരും വീണുമായിരിക്കാം, പക്ഷെ വീണോടത്ത് കിടന്ന് ഉരുളുകയല്ല, അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും വചനത്തിൽ പണിയണം. ഞാൻ നിങ്ങളെല്ലാം ഉത്സാഹിപ്പിക്കുക. ഹല്ലേലൂയ. ഇന്ന് ദുഷ്ടന്റെ തന്ത്രം കൊണ്ട്, നമ്മുടെ സമ്പ്രദായം കൊണ്ട് നമ്മളെല്ലാം പല പല പീസുകളാക്കി ദുഷ്ടൻ ചിതറിച്ചിരിക്കുക. അങ്ങനെ ഉണ്ടാക്കരുത്. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ തുടർന്ന് ശുശ്രൂഷയുടെ ആഴത്തിലേക്ക് പോവുകയാണ്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം കർത്താവ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രിയ സഹോദരങ്ങളെ, അതിന്റെ 3-ാം വാക്യം, അതായത് ശിഷ്യന്മാരുടെ നേരെ പരീശന്മാര്, അന്നത്തെ പുരോഹിതന്മാർ കടന്നു വരികയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിന് യേശുക്രിസ്തു അവരോട് തിരിച്ചു പറയാണ്. അവൻ അവരുടെ ഉത്തരം പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവ കൽപ്പന ലംഘിക്കുന്നത് എന്ത്? ദൈവത്തിന്റെ കൽപ്പന, ദൈവവചനത്തെ ലംഘിക്കുക നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട്. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ നമ്മൾ ആ ഒരു ഗതികേടിലേക്ക് പോകരുത്. സമ്പ്രദായം കൊണ്ട്, മാനുഷിക സമ്പ്രദായം കൊണ്ട് ആരെങ്കിലും വചനം ചൂണ്ടിക്കാണിച്ച് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ആ വ്യക്തിയോട്, ഇതാ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉത്തരം പറഞ്ഞു കൊടുക്കും, അറിയത്തില്ലെങ്കിൽ ദൈവത്തോട് ചോദിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ തോറ്റതിന് തുല്യമാ. കാരണം അദ്ദേഹം പറഞ്ഞത് വചനമാ. നിങ്ങൾ സമ്പ്രദായം പറയുന്നത് ഇതാ ഉണ്ടയില്ല വെടിയാ. ഉണ്ടയില്ല വെടി. വചനമില്ലാതെ സമ്പ്രദായം പറഞ്ഞാൽ, മനുഷ്യന്റെ ചിന്തകൾ പറഞ്ഞാൽ അത് വെടി, ഉണ്ടയില്ല വെടി. ഇതാ ചുമ്മാ വെടിച്ചിട്ട് അടുത്തുനിന്നൊന്നും പോകുന്നില്ല. പക്ഷെ വചനമുണ്ടോ? ഹല്ലേലൂയ. അവിടെയാണ് അതിന് ശക്തി വരുന്നത്. വചനത്തിലൂടെ കാര്യങ്ങൾ സംസാരിക്കും. അപ്പൊ ഇവിടെ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത്? എന്നിട്ട് താഴേക്ക് വായിക്കുമ്പോ അവരോട് പറയുന്ന ഒരു കാര്യം, അതിന്റെ 6-ാം വാക്യം, ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു. വചനത്തിന് പ്രാധാന്യമില്ല. വചനം ചോദിച്ചാൽ ഈ കൂട്ടര് ഓടും. വചനമില്ല, ഞങ്ങളുടെ സമ്പ്രദായമാണ്, ഞങ്ങളുടെ സമ്പ്രദായം. തോന്നിയതൊക്കെ പറയും, അതൊക്കെ ഞങ്ങളുടെ സമ്പ്രദായമാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇതുകൊണ്ടാണ് മറ്റു മതസ്ഥരുടെ പല ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാതെ വരുന്നത്. നിങ്ങൾ ഉത്തരം കൊടുക്കാൻ പറ്റാതെ വരുമ്പോ എന്ത് സംഭവിക്കുന്ന അറിയാമോ? അത് സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു കിടക്കുക അല്ലെ? ഇത് കാണുന്ന നിങ്ങളുടെ മക്കള് പിന്നെ നിങ്ങളുടെ വിശ്വാസത്തിൽ വരത്തില്ല. അറിയോ? കാരണം എന്റെ അപ്പനും അമ്മയ്ക്കും അങ്കിളിനും ആന്റിക്കും പാസ്റ്ററിനും അവര് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല. അവര് നിങ്ങളുടെ വിശ്വാസത്തിൽ വരത്തില്ല, കൂടെ നിൽക്കും അല്പനേരം. കാരണം അവർക്ക് പറക്കത്താറാകുമ്പോൾ അവര് നിങ്ങളെ വിട്ടു. കാരണം അവർക്ക് മനസ്സിലായി എന്റെ അപ്പനും അമ്മയും വിശ്വസിക്കുന്ന വിശ്വാസം ഫേക്കാണ്. മാത്രമല്ല, ലോകം അവരെ മാടി വിളിക്കും കൂടി ചെയ്യുക. അവരതിലേക്ക് പോകും. മാത്രമല്ല, അനേക വിശ്വാസികൾ ഇങ്ങനെ നിൽക്കുന്ന വിശ്വാസികളുണ്ട്, ഇതൊന്നും മനസ്സിലാകാതെ. അവരിനി മനസ്സിലാക്കുമോ, ഇവര് ചോദിച്ച ചോദ്യത്തിന് ഈ ക്രിസ്ത്യാനികൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റിയില്ലല്ലോ, അവരും വീഴും. പ്രിയ സഹോദരങ്ങളെ, പകരം ഈ വചനത്തിന് അടിസ്ഥാനപ്പെട്ട് എല്ലാറ്റിനും ഉത്തരം കൊടുക്കാൻ, തെറ്റായി പണിതത് കൊണ്ട് മറ്റുള്ളവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ കഴിയാതെ ശരിയായി പണിയെ ഉത്തരം കൊടുക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധയോടുകൂടെ നമ്മുടെ ജീവിതവും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ജീവിതം, നമ്മളെ കാണുന്ന മറ്റുള്ളവരുടെ ജീവിതവും പണിതെടുക്കുവാൻ നമുക്ക് ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടാം. ഹല്ലേലൂയ. ഈ നാളിൽ തല താഴ്ത്തുന്നവരായിട്ടല്ല, ദൈവത്തെ സംബന്ധിച്ച് തല ഉയർത്തുന്നവരായി തീരുവാൻ ദൈവം നമ്മളെ അവരെ സഹായിക്കട്ടെ. അങ്ങനെ നമ്മൾ നമ്മുടെ സമ്പ്രദായത്തെ ദൈവവചനത്തെ ദുർബലമാക്കിയാൽ എന്നാ ചെയ്യും?
ഇതാ ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ 9-ാം വാക്യം, മനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട്. ശ്രദ്ധിച്ചേ, മനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ പഠിപ്പിക്കുന്നത്, ദൈവവചനത്തിലുള്ളതല്ല, മനുഷ്യ കൽപ്പനയായ ഉപദേശങ്ങളെ പഠിപ്പിക്കുന്നത് കൊണ്ട് അവർ എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. അവർ എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. അതാണ് കഴിഞ്ഞ സന്ദേശങ്ങളിലൂടെ പ്രിയ സഹോദരങ്ങളെ നാം മനസ്സിലാക്കി. മനുഷ്യ കൽപ്പനകൾ, അതായത് മനുഷ്യന്റെ സമ്പ്രദായം. കഴിഞ്ഞ സന്ദേശം നമ്മൾ കേട്ടു, ഏക സത്യ ദൈവമായ യേശു എന്ന് പഠിപ്പിച്ചു. ഈ പുസ്തകത്തിൽ എവിടെയെന്ന് ചോദിച്ചാൽ ഒറ്റ ഓട്ടം, അവിടെ എങ്ങും നിൽക്കത്തില്ല. എന്നാൽ യേശു പറയുന്നു ഏക സത്യദൈവമായ പിതാവ്. ആര്? യേശു. പൗലോസ് പറയുന്ന പിതാവായ ഏക സത്യദൈവമേ നമുക്കുള്ളൂ. ഇതൊക്കെ എവിടെ പറയുന്നു? ബൈബിളിൽ പറയുന്നു. അപ്പൊ ഇതിനൊരു ചോദ്യം ചോദിച്ചാൽ കിടന്നു ഇവിടുന്ന് ഉരുണ്ടിട്ട് കാര്യമില്ല. വചനത്തിനോട് ഉത്തരം കൊടുക്കണം. ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ ഇല്ലാത്ത വചനത്തിനോട് ഉത്തരം കൊടുക്കണം. എങ്കിൽ നിങ്ങളെ കാണുന്ന നിങ്ങളുടെ മക്കൾ നിങ്ങളെ ബഹുമാനിക്കും, നിങ്ങളുടെ വിശ്വാസത്തിന് പറയാൻ വരും. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിയാൽ നിങ്ങളെ കാണുന്ന പുതിയ അനേക വിശ്വാസികൾ പഴയതും അവർ വിട്ടുമാറും. ഹൃദയം കൊണ്ട് അവർ വിശ്വാസ ത്യാഗത്തിലേക്ക് പോകും. ഉത്തരം കൊടുക്കാൻ കഴിയണം. ഹല്ലേലൂയ. അവിടെ പറയാം, മനുഷ്യ കൽപ്പനയുടെ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട്, യേശു പറയാത്ത കാര്യങ്ങളെ കയറി പഠിപ്പിക്കുന്നത് കൊണ്ട്, വചനം പറയാത്ത കാര്യങ്ങളെ കയറി പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു, വ്യർത്ഥമായി ഭജിക്കുന്നു. ഇതുപോലത്തെ ധാരാളം കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇന്ന് കേട്ട വേറൊരു കാര്യം, സർവശക്തനായ യേശു. ശ്രദ്ധിച്ചേ, സർവശക്തനായ യേശു. ഈ വചനത്തിൽ എവിടെയാന്ന് പറയണേ ഒന്ന് പറഞ്ഞേ. സർവശക്തനായ യേശു. ഈ വചനത്തിൽ പറയുന്നത് ഞാൻ പറഞ്ഞു തരാം. യേശു പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. 5-ാം അധ്യായം 6-ാം അധ്യായം ചേർത്ത് പഠിക്കുമ്പോൾ യേശു പറയാണ്, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇതാണോ സർവശക്തനായ യേശു? എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്റെ പിതാവ് എനിക്ക് കാണിച്ചു തരുന്നതല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. സഹോദരങ്ങളെ, നമ്മൾ പറയണതും ബൈബിളിലുള്ളതും തമ്മിൽ വല്ല ചേർച്ച ഉണ്ടോ? ഒന്ന് പറഞ്ഞ വല്ല ചേർച്ച ഉണ്ടോ? അപ്പൊ ഇത് നമ്മുടെ മക്കൾ വായിച്ചു നോക്കി. ഈ ബൈബിള് നമ്മൾ വചനം വായിച്ചോടാ? ഇല്ല. വായിക്കടാ. വായിച്ചു. അവൻ വായിക്കുന്നത് നമ്മൾ പറയണത് തമ്മിൽ രണ്ടും രണ്ടാ. അവൻ എങ്ങോട്ട് വിശ്വസിക്കും? അവന്റെ മനസ്സ് രണ്ടായില്ലേ? ഇരുമനസ്സായില്ലേ? ഇരുമനസ്സുള്ള സകല വഴി അസ്ഥിരനായില്ലേ? പകരം അവനോട് പറഞ്ഞു കൊടുക്കണം ഈ വചനത്തിലുള്ളത്. യേശു ക്രിസ്തു ദൈവമായിരുന്നു. എന്നാൽ അനാദിയിൽ ദൈവമായിരുന്നവൻ സർവ സൃഷ്ടികളുടെയും ആരംഭത്തിന് മുമ്പേ ആദിയിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചു. നീ എന്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ദൈവമായിരുന്നവൻ സൃഷ്ടിപ്പിന്റെ ആരംഭത്തിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചു. ഇതാണ് നമ്മൾ പ്രസംഗിക്കുന്ന ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ. രണ്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? സൃഷ്ടിപ്പിന് വേണ്ടി, പരിപാലനത്തിന് വേണ്ടി. നാം മനസ്സിലാക്കുന്നത് ഈ പിതാവും പുത്രനും അല്ല എങ്കിൽ ദൈവവും യേശുവും തമ്മിലുള്ള ബന്ധം എന്താ? എന്തിനാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തത്? ദൈവം പിതാവാണ്, യേശു പുത്രനാണ്. ഇതാണ് ഈ ബൈബിളിൽ പറയുന്നത്. യേശുവിനെ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കാനാണ് നമ്മളോട് പറയുന്നത്. യേശുവിനെ കർത്താവ് വിശ്വസിക്കാനാണ് നമ്മളോട് പറയുന്നത്. അല്ല യേശുവിനെ പിതാവായി എന്ന് വിശ്വസിക്കാനല്ല. ഈ പറയുന്നത് എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നെ തിരുത്തണോട്ടോ സഹോദരങ്ങളെ. മറയരുത്. നമ്മുടെ സമ്പ്രദായം കൊണ്ട് നമ്മൾ ദൈവവചനത്തെ ദുർബലമാക്കരുത്. അങ്ങനെ എന്ത് പറ്റും? കർത്താവിന്റെ വചനം പറഞ്ഞു, നിങ്ങൾ വ്യക്തമായി എന്നെ ഭജിക്കുന്നു. അതിന്റെ അർത്ഥം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിത്യജീവനാ, പക്ഷെ പോകുന്നത് അങ്ങോട്ടേക്കല്ല, നിത്യനരകത്തിലേക്ക്. ശ്രദ്ധിച്ചേ, വ്യർത്ഥമായിട്ട് ഭജിക്കുന്നു. അങ്ങനെ ആകരുത്. നമ്മൾ തെറ്റായി നമ്മൾ മനസ്സിലാക്കിയ പലതും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നരകത്തിൽ പോകുന്നില്ല.
പക്ഷെ ശരിയായി കേട്ടതിന് ശേഷം നമ്മൾ ആ സത്യം കേട്ടിട്ട് സത്യത്തിന് വില കൊടുക്കാതെ ഇരിക്കുമ്പോൾ, സത്യത്തെ എതിർക്കുമ്പോഴാണ് സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാതിരിക്കുന്നവൻ അവന് ശിക്ഷ വരേണ്ടതിന്, അവന് ന്യായവിധി വരേണ്ടതിന് ബോഷ്കിന്റെ ആത്മാവിനെ ദൈവം അയക്കുന്നേ. അതിനു മുമ്പ് കുഴപ്പമില്ല. അതിനു മുമ്പ് നിനക്ക് സത്യം കേട്ടിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അറിഞ്ഞ് സത്യത്തിൽ നിലനിന്നല്ലോ. എന്നാൽ സത്യം അറിഞ്ഞിട്ടും സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാതിരിക്കുന്നവർ, അവർക്ക് ന്യായവിധി വരണമെന്ന് ഞാൻ പറയുന്നത് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം കണ്ടോ. ന്യായവിധി വരേണ്ടതിന്. അപ്പൊ അവർക്ക് ന്യായവിധി വരണമെന്ന് ആരുടെ ആഗ്രഹമാണ്? ദൈവത്തിന്റെ ആഗ്രഹമാണ്. ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ബോഷ്കിന്റെ ആത്മാവിനെ ആയിരിക്കും. പിന്നെ അവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോ സത്യം അറിയുമ്പോൾ അതിനെ എതിർക്കരുത്, പകരം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അതിനെ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോ നമ്മള് ഇതുവരെ പഠിച്ചത് ഒന്നും കൂടി ചില സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യാൻ തക്കവണ്ണം ഒന്നും കൂടി ഒന്ന് ആവർത്തിക്കുക. അതായത് പൗലോസ് നട്ടു, അപ്പോളോസ് നനച്ചു. നമ്മൾ ഇത്ര നാൾ നട്ടു, ഇനി ഒന്ന് നനയ്ക്കാൻ കൂടി പോവുകയാണ്. അപ്പൊ കുറെ കൂടി നിങ്ങളുടെ ഉള്ളിൽ അത് ക്ലിയർ ആണ്. ഹല്ലേലൂയ. പ്രിയ സഹോദരികളെ, നിങ്ങൾ ചിന്തിക്കും, ഈ സഹോദരൻ മാത്രമാണല്ലോ ഇങ്ങനെ പറയണേ. പ്രിയ സഹോദരങ്ങളെ, ആരെങ്കിലും ഒരാൾ ബോൾഡായിട്ട് പറയണ്ടേ, എങ്കിലല്ലേ ജനത്തിന് കാര്യം മനസ്സിലാവും. പണ്ട് പൂച്ചക്കാര് മണി കെട്ടു എന്നും പറഞ്ഞൊരു പഴഞ്ചൊല്ലോ. എല്ലാത്തിനും പേടിയാ മണികെട്ട. അപ്പോ ഇത് ആരെങ്കിലും ഒരാൾ വേണ്ടേ? ഹല്ലേലൂയ. ആരെങ്കിലും ഒരാൾ വേണ്ട. സ്ഥാനമാനങ്ങൾ കൊതിക്കാതെ, അവരുടെ പ്രസംഗവേദികൾ കൊതിക്കാതെ, അവരുടെ അംഗീകാരം കൊതിക്കാതെ, ദൈവത്തിന്റെ അംഗീകാരം മാത്രം ആഗ്രഹിച്ച് ആരെങ്കിലും ഒരാൾ വേണ്ടേ? അതുകൊണ്ടാവും സഹോദരങ്ങളെ ബോൾഡായിട്ട് ധൈര്യപൂർവ്വം പബ്ലിക് ചാനലിൽ തന്നെ ഇത് വിളിച്ചു പറയുന്നത്. ഈ വചനത്തിലൂടെ തിരുത്തപ്പെടാൻ ഞാൻ തയ്യാറാണ് പറയുന്നവർ വചനം കോട്ട് ചെയ്ത് പറയുക. ഹല്ലേലൂയ. കാരണം ഇത് പറയുന്നതിന്റെ ഉദ്ദേശം ഒരാളെ താഴ്ത്തിക്കെട്ടാനോ ഉയർത്തിക്കെട്ടാനോ ഒന്നും അല്ല കേട്ടോ. ഇത് പറയുന്നതിന്റെ ഉദ്ദേശം, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ തേജസ്സിലേക്ക് വരണം. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അത് എങ്ങനെയാ അത് തേജസ്സിലേക്ക് വരും? ഇത് പറഞ്ഞ ഏക സത്യദൈവമായ, അതായത് യോഹന്നാൻ 17:3, ഏക സത്യദൈവമായ നിന്നെ യേശു പറയുന്ന വേട, നീ അയച്ച എന്നെയും യേശുക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. അങ്ങനെയെങ്കിൽ ഈ അറിവ് നമുക്ക് കിട്ടിയാൽ നമ്മൾ തേജസ്സിലേക്ക്, ജീവനിലേക്ക് നാം വർദ്ധിച്ചു കയറിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. വർദ്ധിച്ചു കയറിക്കൊണ്ടേയിരിക്കും. നമ്മൾ ദൈവത്തിന്റെ ഭൂമിയിൽ ഒരു ചാനലായി തീരും. ഹല്ലേലൂയ. നീതിയിൽ നിലകൊള്ളുന്നത് നമ്മുടെ ആഗ്രഹമായി മാറും. ഒരു ഗ്രൂപ്പിന്റെ ടീച്ചിങ്ങിനോടല്ല, പകരം ബൈബിളിൽ പറയുന്ന വചനത്തിന്റെ ടീച്ചിങ്ങിനെ വിളിച്ചു പറയുവാനായിട്ട് അടിയാണ്. ഹല്ലേലൂയ. സമ്പ്രദായത്തിന്റെ ടീച്ചിങ് പറഞ്ഞാൽ അവസാനം നമ്മൾ ഈ ഭജിക്കുന്നത്, ആരാധിക്കുന്നത് മുഴുവൻ വ്യർത്ഥമാണ്. കർത്താവ് പറഞ്ഞു, ഞാനല്ല, കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ആയിരിക്കാം. അപ്പോ ആ യേശുക്രിസ്തുവും പിതാവും തമ്മിലുള്ള ബന്ധം എന്താ? വ്യക്തതയോട് ഒന്നും കൂടി നാം മനസ്സിലാക്കിയാൽ നമുക്ക് ഈ കാര്യങ്ങളെ പിടുത്തം കിട്ടും. ഇറ്റ്സ് എ സ്പ്ലിറ്റ് ഓപ്പറേഷൻ സഹോദരങ്ങളെ. തുടക്കത്തിൽ ഒന്നായിരുന്നു. ആ ഒന്ന് സൃഷ്ടിപ്പിന് മുമ്പ് 2ആയി. തുടർന്ന് ആ ഓപ്പറേഷൻ തുടരുകയാണ്. ആ 2ആകുമ്പോൾ ഏക സത്യദൈവം അങ്ങനെ തന്നെ ആയിരിക്കുന്നു, പിതാവായി. സ്പ്ലിറ്റായ ആ വ്യക്തി പുത്രനാണ്, മകനാണ്. അതാണ് വചനം, അതായത് ദൈവപുത്രൻ. ആ ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് കാലസമ്പൂർണത വന്നപ്പോൾ വചനം മാംസമായി ഭൂമിയിലേക്ക് വന്നു. ഓൾറെഡി സ്പ്ലിറ്റ് ആയിരുന്നു. എന്തിനു വേണ്ടി? സൃഷ്ടിപ്പിന് വേണ്ടി. എന്നാൽ കാലസമ്പൂർണതയിൽ ദൈവം തന്റെ പുത്രനെ, ജനിച്ചപ്പോഴല്ല പുത്രനായിരുന്നു, നേരത്തെ പുത്രനാണ്. ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ഭൂമിയിലേക്ക് അയച്ചു. തുടർന്ന് ഭൂമിയിൽ ഓപ്പറേഷൻ. ആ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും പിതാവിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് വീണ്ടും താൻ പിതാവിന്റെ ഉള്ളിലേക്ക് കയറുന്നില്ല, വീണ്ടും താൻ പിതാവാകുന്നില്ല. അതായത് സ്വർഗീയ പിതാവായി മാറുന്നില്ല. വീണ്ടും ആ പിതാവിന്റെ വലതുഭാഗത്ത് എന്നേക്ക് കുഞ്ഞാടായി നിലകൊള്ളുകയാണ്. ബൈബിൾ പറയുന്ന ഇതാണ്, കുഞ്ഞാടായി നിലകൊള്ളുകയാണ്. ഹല്ലേലൂയ. അപ്പോ യേശുവിനെ നമ്മൾ സ്വർഗീയ പിതാവാക്കി മാറ്റിക്കഴിഞ്ഞാൽ അവസാനം, ബൈബിളിന്റെ അവസാനം നമ്മൾ പെട്ടത് തന്നെ. എന്താണ് ബൈബിളിന്റെ അവസാനം? ബൈബിളിന്റെ അവസാനം കുഞ്ഞാടും ദൈവവും ദൈവപുത്രൻ വചനം പറയുന്നത്. കുഞ്ഞാടും ദൈവവും സിംഹാസനത്തിൽ ഇരിക്കുന്നു. ദൈവത്തിന്റെ പ്രകാശം നഗരത്തെ പ്രകാശിപ്പിക്കുന്നു. കുഞ്ഞാട് അവിടുത്തെ വിളക്കാണ്. അപ്പൊ കുഞ്ഞാടിനെ പിടിച്ച് ദൈവമാക്കിയാൽ പിന്നെ ദൈവത്തെ നമ്മളവിടെ കൊണ്ടിരുത്തും. കുഞ്ഞാടിനെ പിടിച്ച് നമ്മൾ ദൈവമാക്കിയാൽ ദൈവത്തെ അവിടെ കൊണ്ടിരുത്തും. നമ്മളവിടെ പെട്ടുപോകത്തേ ഉള്ളൂ ബൈബിളിന്റെ അവസാനം വരുമ്പോ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ,
ഇത് ദൈവത്തിന്റെ സ്പ്ലിറ്റ് ഓപ്പറേഷൻ ആണ്. ആ സ്പ്ലിറ്റ് ഓപ്പറേഷൻ അങ്ങനെ തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്, സ്പ്ലിറ്റ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ നമുക്ക് ചിത്രങ്ങളിലൂടെ ഒന്ന് മനസ്സിലാക്കി പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകത്തില്ല. എങ്കിൽ അവസാനത്തെ ഒരു വാക്യം വായിച്ചിട്ട് ചിത്രങ്ങളിലൂടെ നമുക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാക്കി പോകാനായിട്ട്, ദൈവവും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് ചിത്രങ്ങളിലൂടെ ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ഇതുമായിട്ട് ബന്ധത്തിന് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ബൈബിൾ തീരെ അവസാന അധ്യായമാണ്. അതിന്റെ 1-ാമത്തെ വാക്യം പറയുന്നു, യേശു ക്രിസ്തു പിതാവായി ദൈവമാണെന്നല്ല, യേശു ക്രിസ്തുവിനാണ് പറയുന്നത് ദൈവത്തിന്റെ കുഞ്ഞാണ്. ഹല്ലേലൂയ. അവൻ എഴുതിയിരിക്കുകയാണ്, വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും. ശ്രദ്ധിച്ചേ, വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും. അപ്പൊ നമ്മൾ ഈ കുഞ്ഞാടിനെ പിടിച്ച് ദൈവമാക്കി കഴിഞ്ഞാൽ പിന്നെ ദൈവം അവിടെ പോയി. ഹല്ലേലൂയ. രണ്ടും രണ്ടാണ്. രണ്ടുപേരുടെയും ചിന്തകൾ ഒന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒന്നെന്ന് പറയുന്നത്. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പനങ്ക് പോലെ ശുഭ്രമായ ജീവജല നദി, അത് പരിശുദ്ധാത്മാവ്, നദിയും അവനെ കാണിച്ചു. പ്രിയ സഹോദരങ്ങളെ, നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചു, ഇതാ ഒറ്റ ദൈവമേ ഉള്ളൂ, യഹോവയാം ദൈവം. ആ ദൈവത്തിന് പിതാവാ ദൈവം എന്ന് പറയുന്നു. ആ ദൈവത്തിന്റെ വലം കൈയും ഇടം കൈയും പോലെ നമുക്ക് സങ്കല്പിക്കാം വചനവും പരിശുദ്ധാത്മാവും. ഞാൻ എന്റെ വചനമായിട്ട് അവനെ സൗഖ്യമാക്കുന്നു. അപ്പൊ അയക്കുന്നത് യഹോവയാം ദൈവമാണ്, അയച്ചത് വചനത്തെയാണ്. ഞാൻ എന്റെ ആത്മാവിനെ അയച്ച് അവരെ വഴി നടത്തുന്നു. അയച്ചത് യഹോവയാം ദൈവമാണ്, അയച്ചത് പരിശുദ്ധാത്മാവിനെ. ഹല്ലേലൂയ. ഒറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിനുള്ളതാണ് വചനവും പരിശുദ്ധാത്മാവും. ഹല്ലേലൂയ. അതായത് നമ്മൾക്ക് നമ്മുടെ ചിന്തകളുണ്ട് അല്ലെ, ആ ചിന്തകൾ വെളിപ്പെടുത്താൻ വല്ല മാർഗമുണ്ട്? ഒരു മാർഗമില്ല. ഉള്ളത് ഒറ്റ മാർഗമുള്ളൂ, ശരീരം. ഹല്ലേലൂയ. അപ്പൊ ശരീരത്തിലൂടെ വെളിപ്പെടുത്തുന്നു. അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ വെളിപ്പെടുത്താൻ പറ്റില്ല, ശരീരം ഇല്ലെങ്കിൽ വെളിപ്പെടുത്താൻ പറ്റില്ല. ഇതേപോലെ ദൈവം അദൃശ്യമാണ്. അദൃശ്യമായ ദൈവത്തിന്റെ ശരീരമാണ് കർത്താവായ യേശു. മനസ്സിലാവുന്നുണ്ടോ? വചനം അദൃശ്യമായ ദൈവത്തിന്റെ ശരീരം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ക്രിസ്തുവിന്റെ തല ദൈവം. ആ തല ദൈവമാണെങ്കിൽ ഉടലാനായി ക്രിസ്തു, ശരീരം ക്രിസ്തുവായി. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഗോഡ് ഹെഡ്, അത് ദേഹരൂപമായി വസിക്കുന്നത്, തലരൂപമായിട്ടല്ല, ദേഹരൂപമായി വസിക്കുന്ന ക്രിസ്തുവിലാണ്. അപ്പോ ദൈവത്തിന്റെ ദേഹമാണ്, ബോഡിയാണ് ക്രിസ്തു. തുടർന്ന് ആ ദൈവത്തിന്റെ ചിന്തകൾ ക്രിസ്തുവാകുന്ന വചനത്തിലൂടെ, ബോഡിയിലൂടെ അത് വെളിപ്പെടുന്നു. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം യോഹന്നാൻ 1:15 പറയുന്നത് ദൈവത്തെ തലയെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ തന്റെ മാറിലിരിക്കുന്ന പുത്രൻ, അതാണ് ക്രിസ്തു, തന്റെ ഏകജാതനായ പുത്രൻ ഇതാ പിതാവിനെ വെളിപ്പെടുത്തുന്നു. അപ്പോ നമ്മുടെ ചിന്തകളെ വെളിപ്പെടുത്തുന്ന ശരീരമാണ്. അപ്പോ ഈ ഒരു തലം മനസ്സിലാക്കിയാണ്. അപ്പൊ പ്രിയ സഹോദരൻ, ഇവിടെ പറയുകയാണ് ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി. ഒറ്റ സിംഹാസനമേ ഉള്ളൂ, രണ്ടുപേർ കൂടി ഇരിക്കാൻ. ആ സിംഹാസനം തന്നെയാണ് നമ്മുടെ സിംഹാസനം. ഇതാണ് വെളിപ്പാട് 3-ാം വാക്യം പറയുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ക്രിസ്തു ശരീരമായി വെളിപ്പെടുന്ന നിലവിലേക്ക് പരിശുദ്ധാത്മാവും. ശ്രദ്ധിച്ചേ, നമ്മുടെ ശരീരത്തിൽ നിന്ന് കമ്പയർ ചെയ്ത് അത് നിഴലായിട്ട് എടുക്കാം. ഈ ശരീരത്തിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന രക്തമുണ്ട്, ആ രക്തം പരിശുദ്ധാത്മാവിന്റെ നിഴൽ. ഈ ശരീരത്തിൽ രക്തമാണ് ഒഴുകുന്നത്, രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത്. ലേവ്യ വരേണ്ടതാണ് അല്ലെ. എന്നാൽ പുതിയ സൃഷ്ടിയുടെ ദൈവപുത്രന്റെ ജീവൻ ഇരിക്കുന്നത് രക്തത്തിലല്ല, ആത്മാവില. അപ്പോ ഈ ആത്മാവ് ഒഴുകുന്ന, പിതാവിൽ നിന്ന് ഒഴുകുന്ന ഈ ആത്മാവ്, പുത്രനിലൂടെ ഒഴുകുന്ന ഈ ആത്മാവ് നമ്മുടെ രക്തം അതിന്റെ ഒരു നിഴലാണ്, അല്ലെങ്കിൽ രക്തത്തിന് തുല്യമാണ്. ഇതാണ് ലേവ്യ വരേണ്ടവൻ പറയുന്നത്. ശരീരത്തിന്റെ ജീവ രക്തത്തിലാണ് ഇരിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ യോഹന്നാൻ 6:63 വരുമ്പോ യേശുക്രിസ്തു പറയുന്നുണ്ട് മാംസം ശരീരമൊന്നും ഉപകരിക്കുന്നില്ല, ആത്മാവത്ര ജീവൻ തരുന്നത്. ഈ ആത്മാവ് തരുന്ന ജീവനാണ് പിതാവിൽ ഇരിക്കുന്നത്. ആ ജീവൻ പുത്രൻ ശരീരത്തിന് കിട്ടുവാൻ ദൈവം വരം കൊടുത്തിരിക്കുന്നു. യോഹന്നാൻ 5-ാം പറയാ പിതാവിലാണ് ജീവൻ ഇരിക്കുന്നത്. ആ ജീവൻ ശരീരത്തിന്, അത് പുത്രനോട് കിട്ടുവാൻ ദൈവം വരം കൊടുത്തിരിക്കുന്നു. ആ പുത്രനും നമ്മൾ ചേർന്നാൽ നമ്മൾക്കും ആ ജീവനായി മാറി, നമുക്കും ആ ജീവനായി. യോഹന്നാന്റെ സുവിശേഷം 5-ാം അതിന്റെ 26-ാം വാക്യം ശ്രദ്ധിച്ചു കേൾക്കുക നിങ്ങൾ.
പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളത് പോലെ. അപ്പൊ പിതാവിന് എന്തുണ്ട്? തന്നിൽ തന്നെ ജീവനുണ്ട്. ഉള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ ജീവനുള്ളവനാകുമാറും വരം നൽകിയിരിക്കുന്നു. അപ്പൊ പിതാവിന് തന്നിൽ തന്നെ ജീവനുണ്ട്. പുത്രനും ആ ജീവനുള്ളവനാകാൻ പിതാവ് എന്ത് ചെയ്തിരിക്കുന്നു? വരം കൊടുത്തിരിക്കുന്നു. വരം കൊടുത്തിരിക്കുന്നു. എല്ലാം ആരംഭിക്കുന്ന പിതാവിൽ നിന്നാണ്. എല്ലാം നല്ലതാരോ ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. യാക്കോബ് 1-ാം അധ്യായം വായിച്ചറിയാം. പ്രിയ സഹോദരങ്ങളെ, അപ്പോ ഈ പുത്രന് ആരിൽ നിന്ന് ജീവൻ കിട്ടി? പിതാവിൽ നിന്ന് ജീവൻ കിട്ടി. ആ പുത്രനിൽ നമ്മൾ വരുമ്പോ പുത്രനെ സ്വീകരിക്കുന്നവരെ ജീവനെ കിട്ടുവാനായിട്ടിടയാണ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങൾ, ഇതൊരു സ്പ്ലിറ്റ് ഓപ്പറേഷൻ ആണ്. ഈ കാണുന്നത് ഒരു സ്പ്ലിറ്റ് ഓപ്പറേഷൻ ആണ്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തില് നമ്മൾ കാണുന്നത് അവസാനം വരുമ്പോ പുത്രനും പിതാവ് ആ സ്പ്ലിറ്റ് ഓപ്പറേഷൻ തുടരുക തന്നെയാണ്. രണ്ടായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 22:1 നമ്മൾ വായിച്ചത്. അതിന്റെ 3 വരുമ്പോൾ നമുക്ക് ഇത് തന്നെ കാണാം. ഒരു എഴുതിയിരിക്കുന്നു, യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. ശ്രദ്ധിച്ചേ, എത്ര പേരെ കാണാൻ നോക്ക്? 2 പേരെ കാണും. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും. അപ്പൊ കുഞ്ഞാടിനെ പിടിച്ച് ദൈവമാക്കിയ പിന്നെ ദൈവം എവിടെ പോകുന്ന ചോദ്യം. ഇവിടെ ഇന്ന് എന്റെ സഹോദരങ്ങൾക്ക് പലർക്കും വിഷയം എന്ന് പറയുന്നത്, പിതാവിന് ആ സ്ഥാനം കൊടുത്തില്ലേലും കുഴപ്പമില്ല, യേശുവിന് പിതാവിന്റെ സ്ഥാനം കൊടുക്കണം. സഹോദരങ്ങൾ, ഇത് ശരിയാണോ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഇങ്ങനെ ചിന്തിക്കുന്നത് ശരിയാണോ? ഈ അറ്റ്ലീസ്റ്റ് യേശുവിനെങ്കിലും നമ്മൾ ഒന്ന് ഫോളോ ചെയ്യണ്ടേ? യേശുവിനെങ്കിലും ഒന്ന് മാനിക്കണ്ടേ? ഹല്ലേലൂയ. പ്രിയ സഹോദരനെ, ഇനിയും തെറ്റിപ്പോകരുത്. മറ്റുള്ളവർ നമ്മൾ വിരൽ ചൂണ്ടി ബൈബിൾ ഇങ്ങനെയല്ലേ പറയുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ തലതാക്കി പോകാനായിട്ട് ഇടയാകരുത്. പകരം കഴിഞ്ഞ നാളിൽ തെറ്റുപറ്റിയെങ്കിൽ ബൈബിൾ അനുസരിച്ചെല്ലാം കറക്റ്റ് ചെയ്യേ. ഹല്ലേലൂയ. ബൈബിൾ അനുസരിച്ച് കറക്റ്റ് ചെയ്യേ. കർത്താവിന്റെ വചനം പറയുന്നത് പോലെ നമ്മളെ തന്നെ ഇതാ ഒന്ന് സ്വതന്ത്രമാക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് പറയാണ്, പിതാവ് എന്നിലും വലിയവനല്ലോ, എന്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ കഴിയുള്ളവൻ ആരുമില്ല. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ സ്പ്ലിറ്റ് ഓപ്പറേഷൻ വീണ്ടും തുടരുകയാണ്. ഇനി നമുക്ക് ആ സ്പ്ലിറ്റ് ഓപ്പറേഷനിലേക്ക് നമുക്കൊന്ന് ചിന്തിക്കാം. ഇത് തന്നെ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം നമ്മൾ കാണുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, ഓ ലോർഡ്, എല്ലാവരും 21-നും 23-നും ഒന്നുകൂടി വായിക്കാം. അതായത് പുതിയ യെരൂശലേം നഗരത്തെ കുറിച്ചാണ് പറയുന്നത്. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. ശ്രദ്ധിച്ചേ, ഇവിടെ എല്ലാം 2 പേരെ തമ്മിൽ നമുക്ക് കാണാം. അപ്പോഴാണ് കുഞ്ഞാടിനെ പിടിച്ച് ദൈവമാക്കിയ പിന്നെ ദൈവം അവിടെ പോകുന്ന ഈ ചോദ്യം. ഓരോരുത്തരെയും ബൈബിൾ എവിടെ നിർത്തിയിരിക്കുന്നു അവിടെ നമ്മൾ നിർത്തുക. അവിടെ തന്നെ നമ്മൾ നിൽക്കുക. എന്തിനാണ്? നമ്മൾ അറിവില്ലാത്ത കാലത്ത് അറിവില്ലാത്ത രീതിയിൽ ചിന്തിച്ചു. ശിശുക്കളായിരുന്നവൾ അങ്ങനെ ചിന്തിച്ചു. എന്നാൽ ആത്മാവിൽ വളരുന്നവരും ദൈവികമായ വെളിപ്പാടുകളിലൂടെയാണ്, വചനത്തിലൂടെയാണ് നമ്മൾ വളരുന്നത്. അപ്പോൾ അതനുസരിച്ച് ചിന്തിക്കണം. അതുകൊണ്ട് ശിശുക്കളായി ചിന്തിക്കുന്നവരെ, ഈ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളാരും പുച്ഛിക്കുവാനല്ല, പകരം ആ സൗമ്യതയുടെ ഭാഷയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോട് പറയുക. പറഞ്ഞിട്ടും അവരത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ വീണ്ടും മാറുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാതെ ആരെയും പുച്ഛിക്കാനല്ല, മറ്റുള്ളവരെ വളർത്തിയെടുക്കാനാണ് ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. പിന്നെ തെറ്റായി നിങ്ങളെ കളിയാക്കി വിടുന്നവരാണെങ്കിൽ അപ്പോൾ ഒരു വചനം ഓർത്തോളണം. യേശുക്രിസ്തു മത്തായി 15-ാം അധ്യായത്തിൽ പറഞ്ഞത്, യേശുവിന്റെ വാക്ക് കേട്ട് അവർ ഇടറിപ്പോയി എന്ന് ശിഷ്യന്മാർ പറഞ്ഞു. പരീക്ഷ മനോഭാവം ഉടനെ ഇടപെട്ടു. അവർ ഇടറിപ്പോയി ശിഷ്യന്മാർ പറഞ്ഞപ്പോ യേശു അവരെ നോക്കി പറഞ്ഞത്, അവരെ വിടുവിൻ. അപ്പോ ആരെങ്കിലും നിങ്ങളെ വഴക്കുണ്ടാക്കാൻ വന്നാൽ നിങ്ങൾക്ക് യേശു പറഞ്ഞാണ് ഓർമ്മ വരേണ്ടത്, അവരെ വിടുവിൻ. അവർ കുരുടന്മാരായ വഴികാട്ടികളെ. കുരുടന് വഴി നിർത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. അപ്പൊ കുരുടന്മാരായ വഴികാട്ടികൾ അവരുടെ സമ്പ്രദായമേ പറയുള്ളൂ, ദൈവവചനത്തിന് വേണ്ടി പ്രാധാന്യം കൊടുക്കത്തില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, മറ്റുള്ളവരോട് പറയണം, നിങ്ങൾ പറയുമ്പോൾ വചനം വെച്ചിട്ട് എന്നോട് സംസാരിക്കുക, എന്നെ നിങ്ങൾ കറക്റ്റ് ചെയ്ത് ദയവ് ചെയ്ത് എന്നവരോട് സംസാരിക്കുക. പുതിയ നിയമ ദൈവത്തിന്റെ ചിന്തകൾ അവർ മനസ്സിലാക്കട്ടെ. അതിന് തക്കോണം നമ്മുടെ ജീവിതം അവരുടെ മുമ്പിൽ ക്രമമായി ഇരിക്കുവാൻ ശ്രദ്ധിക്കാം. എല്ലാവർക്കും ഇവിടെ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധത്തില് മനസ്സിലാവും. എല്ലാവർക്കും നമ്മൾ മുൻപ് പഠിച്ച ചില ചിന്തകള്
നിങ്ങൾക്കറിയാമോ യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ വാക്കുകൾ യേശയ്യാ 9:6 അവിടെ പറയുന്നൊരു കാര്യം, നമുക്ക് ശിശുരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്ന, ആത്മമന്ത്രി വീരനാം ദൈവം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ആ വാക്യമുണ്ട്. അതിൽ പറഞ്ഞ എല്ലാ കാര്യവും നമുക്ക് സ്ക്രീനിൽ കാണാം. അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും സത്യമാണ് യേശുവിനെ സംബന്ധിച്ച്. യേശു അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ വായിക്കാം. For unto us a child is born, unto us a son is given. Hallelujah. And the government shall be upon his shoulder. അതായത് ഭരണം ദൈവത്തിന്റെ ഭൂമിയിലെ അഭിഷിക്തനാണ്, രാജാവാണ് കർത്താവായ യേശു. Government shall be upon his shoulder. Government യേശുവിന്റെ തോളിൽ ഇരിക്കും. And his name shall be called Wonderful Counselor and the Mighty God and the Everlasting Father, the Prince of Peace. Hallelujah. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു, നിത്യപിതാവ് എന്നുള്ള പേരുകളെല്ലാം, അതായത് ശിശു, മകൻ എന്ന പേരിലെല്ലാം അറിയപ്പെടും. അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് പഠിച്ചത് 3 പീരീഡുകളായിട്ട് നമ്മൾ ഇതിനെ കുറിച്ച് പഠിക്കുവാനായിട്ട്. ആദ്യത്തെ പീരീഡ് ഫസ്റ്റ് പൊസിഷൻ ദൈവം, രണ്ടാമത്തെ പൊസിഷൻ സൺ ഓഫ് ഗോഡ് ആൻഡ് വേർഡ്, മൂന്നാമത്തെ പൊസിഷൻ സൺ ഓഫ് മാൻ. ഹല്ലേലൂയ. ഇത് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ഇതിന്റെ 3 ചിത്രങ്ങൾ നമ്മൾ ഇതേ രീതിയിൽ നമ്മൾ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി. 3 പീരീഡ് ആയിട്ട് പഠിച്ചു. ബിഗിനിങ്, ആരംഭം, തുടർന്ന് മറ്റൊരു ബിഗിനിങ്, മറ്റൊരു ആരംഭം. ഇത് നമ്മൾ ഒന്ന് ഈ ബിഗിനിങ്ങിന് മുമ്പുള്ള പീരീഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം, ബിഫോർ ദ ബിഗിനിങ്. അതിന്റെ പേരാണ് അനാദി എന്ന് പറയുന്ന കാലം. അനാദിയായി ശാശ്വതമായ ദൈവം എന്ന് പറയുന്ന അനാദി, ആദിക്ക് മുമ്പുള്ള സമയമാണ് അനാദി. തുടർന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാം എറ്റേണിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന നിത്യത. നിത്യത എപ്പോഴും നിത്യത തന്നെയാണ്. നിത്യതയുടെ ഉള്ളില് ഒരു പീരീഡാണ് സമയം എന്ന് പറയുന്നത്. തുടർന്ന് ബിഗിനിങ്ങിന് ശേഷമുള്ള കാര്യം, അപ്പോഴും നിത്യതയുണ്ട്. ആ സമയത്ത് ബിഗിനിങ്ങിന് മുമ്പ് അനാദിയിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് മൈറ്റി ഗോഡ് ആൻഡ് എവർലാസ്റ്റിംഗ് ഫാദർ. എന്നാൽ ആരംഭത്തിൽ ആ സ്പിരിറ്റ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോ സൺ ഓഫ് ഗോഡ് ഓർ ദ വേർഡ്, വചനം, ദൈവപുത്രനായ വചനം, കൗൺസിലർ, ലോർഡ്, കർത്തൃത്വം നടത്തുന്നവൻ, അഭിഷിക്തൻ, പല പേരുകളുണ്ട് ആ സമയത്ത്. ഹല്ലേലൂയ. ഞാൻ എന്റെ യഹോവയ്ക്കും തന്റെ അഭിഷിക്തനും എതിരായി ജാതികൾ സംസാരിക്കുന്ന 2-ാം സങ്കീർത്തനം നമുക്ക് കാണാൻ പറ്റും. ഞാൻ എന്റെ രാജാവിനെ സിയോനിൽ വാഴിച്ചിരിക്കുന്നു. ഇതെല്ലാം പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ, അതായത് വചനത്തെ വാഴിച്ചിരിക്കുന്നതിനെ കുറിച്ചാണ്, ദൈവപുത്രനെ വാഴിച്ചിരിക്കുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. തുടർന്ന് നിങ്ങളെ കാണാം ബിഗിനിങ് 2 എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, പുത്രനെ സ്ത്രീയിൽ നിന്ന്, ഓൾറെഡി പുത്രനാണ്, അല്ലെങ്കിൽ കന്യകാമറിയത്തിൽ ജനിച്ചപ്പോഴല്ല പുത്രനായത്. ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ഭൂമിയിലേക്ക് അയച്ചു. ഇതാണ് നമ്മൾ ഗലാത്യലേഖനം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോ ഓൾറെഡി ദൈവപുത്രനാണ്. പലരുടെയും ചിന്ത എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ വന്ന് ജനിച്ചപ്പോഴാണ് പുത്രനായി എന്നാണ്. ഇല്ല, ഓൾറെഡി ദൈവപുത്രനാണ്. ഭൂമിയിൽ വന്ന് ജനിച്ചപ്പോൾ മനുഷ്യപുത്രനായി മാറി. ഗലാത്യലേഖനം 4:4 കാലം സമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ, ഓൾറെഡി തന്റെ പുത്രനാണ്. ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്. അപ്പൊ മനുഷ്യനായിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ, ദൈവപുത്രനായ ക്രിസ്തു. ഇതുകൊണ്ടാണ് ഈ ക്രിസ്തുവിനെ കണ്ടു പരിചയമുള്ള പിശാചുക്കളാണ് പറയുന്നത് മഹോന്നതനായ ദൈവമേ എന്നല്ല, ദൈവത്തിന്റെ പുത്ര. ഹല്ലേലൂയ. യേശു നോക്കി പറയാണ് ദൈവത്തിന്റെ പുത്ര. അപ്പൊ പ്രിയ സഹോദരങ്ങളെ മനസ്സിലാക്കുക, സ്ത്രീയിൽ ജനിച്ചവനായ പ്രമാണം കീഴ് ജനിച്ചവനായി നിയോഗിച്ചത്. അപ്പോ കാലസമൂഹം വന്നപ്പോ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചു. സ്ത്രീയിൽ നിന്ന് ജനിച്ചപ്പോൾ മനുഷ്യപുത്രനും കൂടിയായി. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ അടുത്തത് ആ സമയത്താണ് അടുത്ത പൊസിഷൻ ചൈൽഡ് ആൻഡ് സൺ. ഓൾറെഡി സൺ ആയിരുന്നു, ദൈവപുത്രനായിരുന്നു, പക്ഷെ ചൈൽഡ് മനുഷ്യപുത്രനും കൂടിയായി അതിന്റെ കൂടെ. അപ്പൊ ഈ എല്ലാ നാമങ്ങളും യേശുവിന്റെ മേൽ വിളിക്കപ്പെടും. എല്ലാ നാമങ്ങളും യേശുവിന്റെ മേൽ വിളിക്കപ്പെടും. പക്ഷെ വ്യത്യസ്ത ടൈം സോണുകളിലാണെന്ന് മാത്രം. ഹല്ലേലൂയ. വ്യത്യസ്ത ടൈം സോണുകളിൽ. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആൻഡ് വചനം ദൈവമാകുന്നു എന്നല്ല പറയുന്നത്, വചനം ദൈവമായിരുന്നു എന്നാ പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടിട്ടുണ്ടോ? വേർഡ് ഈസ് ഗോഡ് എന്നല്ല പറഞ്ഞത്, വേർഡ് വാസ് ഗോഡ് എന്ന്. ഹല്ലേലൂയ. ശ്രദ്ധയോടെ കാര്യങ്ങൾ മനസ്സിലാക്കിയാണ്. നമ്മൾ ആ ഭാഗത്തേക്ക് കടന്നു വരികയാണ്. ഇതുമായുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് 3 സ്റ്റെപ്പ് ഓപ്പറേഷൻ കൂടെ കാണാൻ കഴിയും. 3 സ്റ്റെപ്പ് ഓപ്പറേഷൻ. വചനം പഠിക്കുന്നവർ ഈ വചനമൊക്കെ നിങ്ങൾ
ഇരുന്ന് ഒന്ന് നന്നായിട്ട് പഠിച്ചാൽ നല്ലതാണ്. ദാ എറ്റേണിറ്റി ബിഫോർ ദ ബിഗിനിങ്, ആരംഭത്തിൽ ഈ പോയിന്റ് ആണ് ബിഗിനിങ്, ആരംഭം. ആദിയിൽ എന്ന് പറയും, ആദിയിൽ വചനം ഉണ്ടായിരുന്നു പറയുന്ന പോയിന്റില്ലേ. അതിനു മുമ്പ് യേശു ക്രിസ്തുവിന്റെ മൈറ്റി ഗോഡ് ആൻഡ് എവർലാസ്റ്റിംഗ് ഫാദർ, അതുമായിട്ട് ബന്ധപ്പെട്ട വചനങ്ങളാണ് ഈ കാണുന്നത്. ഹല്ലേലൂയ. നമ്മളത് വായിക്കും, വേറൊരു പിക്ചർ എടുത്തിട്ട് നമ്മൾ വായിക്കും. അതിനുശേഷം ദ സൺ ഓഫ് ഗോഡ്, പിന്നെ കൗൺസിലർ, നമ്മുടെ കർത്താവായി നിലകൊള്ളുന്ന, സകലവും സൃഷ്ടിച്ച് നമ്മുടെ കർത്താവായി നിലകൊള്ളുന്ന ആ അവസരത്തെയാണ് ഈ കാണിക്കുന്നത്. അതിനുശേഷം കാലസമ്പൂർത്തിയിൽ ദൈവം തന്നെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ച അവസ്ഥയിൽ നിന്ന് ആ അവസ്ഥയാണ് ഈ കാണിക്കുന്നത്. അപ്പോ ഈ പോയിന്റുകളെല്ലാം ഇതാ യേശു ക്രിസ്തുവിന്റെ ആ പ്രവർത്തനം കൂടെ കാണുവാനായിട്ട് കഴിയും. പിന്നെയും നമ്മൾ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഇതൊരു വി ഷേപ്പ് ഒരു ഓപ്പറേഷൻ ആണ്. യേശു ക്രിസ്തുവിന്റെ വി ഷേപ്പ് ഓപ്പറേഷൻ. ദൈവമായിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ താഴ്ത്തി തുടർന്ന് വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്ന് താൻ കാൽവരി ക്രൂശിൽ മരിച്ച് തന്റെ സഭയെ കാൽവരി ക്രൂശിൽ രക്തത്താൽ നേടി, അപ്പോസ്തലപ്രവൃത്തി 20:28 തന്റെ രക്തത്താൽ നേടിയ സഭ, നേടിയ സഭയെ കൊണ്ട് വീണ്ടും പിതാവിന്റെ അടുക്കിലേക്ക് മടങ്ങി പോകുകയാണ്. ഒരു വി ഷേപ്പ് ഓപ്പറേഷൻ ആണ് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു നാം കാണുന്നത്. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ ഇഷ്ടം. അല്ലാണ്ട് നമ്മൾ ചുമ്മാ പണ്ട് വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന പോലെ ആരാധിച്ചുകൊണ്ടിരിക്കാനല്ല ക്രിസ്തു നമ്മളോട് പറയുന്നത്. ക്രിസ്തു ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല ഗ്ലോറി. പക്ഷെ ക്രിസ്തുവിനെ ആരാധിക്കാൻ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റില്ല. ദൈവത്തിന്റെ വചനം അത് പറയും. ദൈവം അനുവദിക്കുന്ന നമുക്ക് മനസ്സിലാക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തില് താഴേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ ഓപ്പറേഷൻ എങ്ങനെയാണ് എന്ന് വേറെ ചിത്രത്തിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. എഴുതിയിട്ടുണ്ട്, ഹൂ ഈസ് വേർഡ്, എന്താണ് ദൈവത്തിന്റെ വചനം? The word is the son of God, the image of the invisible God, or the body of God. ഇതെല്ലാം യേശുവിന് പറയാം, ഇതെല്ലാം യേശുവിന് പറയാം. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, പിതാവായി ദൈവമല്ല. ആ ദൈവത്തിന്റെ സ്ഥാനം എടുത്ത് അവിടെ കൊടുക്കരുത്. എപ്പോഴും യേശു ദൈവപുത്രനാണ്, നമ്മുടെ കർത്താവാണ്, നമ്മുടെ തലയാണ്. അതാ ദൈവത്തിന്റെ വചനം പറയുന്നത്, നമ്മളോട് പറയുന്നത്. യേശുവിനെ ദൈവമായിട്ട് സ്വീകരിക്കാനല്ലോ അവർ യേശുവിനെ കർത്താവായി സ്വീകരിക്കും. യേശുവിനെ ദൈവമായി വിശ്വസിക്കാനല്ലോ അവർ യേശുവിനെ ദൈവപുത്രനായി വിശ്വസിക്കും. ഹല്ലേലൂയ. അപ്പോൾ തന്നെ നമ്മൾ വിശ്വസിക്കണം, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ ഒഴിച്ചു, തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി നമ്മുടെ ഇടയിൽ കടന്നുകൊണ്ടിരിക്കുക. ആര്? ദൈവപുത്രനായ യേശു, വചനമാകുന്ന യേശു. ഹല്ലേലൂയ. അപ്പോ ആ സ്പിരിറ്റ് ഓപ്പറേഷൻ, അതിനെ സംബന്ധിച്ച വാക്യങ്ങളാണ് നിങ്ങളുടെ കിടക്കുന്നത്. നിങ്ങൾക്ക് അത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാം. ഗോഡ് സ്പിരിറ്റ് ഓപ്പറേഷൻ ഇവിടെ അതിന്റെ രംഗം നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഇവിടെ ചില യെല്ലോ ലൈൻസ് കാണാം, യെല്ലോ റൗണ്ടുകൾ കാണാം. ഇത് യെല്ലോ റൗണ്ട് കാണിക്കുന്നത് ദൈവത്തെയാണ്. ആ ദൈവം അനാദിയിലുള്ള ആ പീരീഡാണ് കാണിക്കുന്നത്. ഇത് അനാദിയാണ്, ആദിക്ക് മുമ്പുള്ള പീരീഡാണ്. അനാദിയായിരിക്കുന്ന സമയം ഞാൻ ആദിയെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യും. ഈ ഒരു പോയിന്റ്, ഇതാണ് ആദി എന്ന ഈ ഒരു പോയിന്റ് ആണ്. ഈ രണ്ട് മാർക്ക് ഇതാണ് ആദി. എന്നാൽ ഈ ആദിക്ക് മുമ്പുള്ള പോയിന്റ് ആണ് അനാദി. ഈ അനാദിയില് ഈ കർത്താവായ യേശു ക്രിസ്തു, നമ്മള് വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിലായിരുന്നു ദൈവമായി. ഇതാണ് പറയുന്നത്, ദൈവത്തിലായിരുന്നു ദൈവമായി. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാകുന്നത്? തുടർന്ന് ആദിയിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഇതാ ആ ഒരു ഈ റൗണ്ടിനുള്ളിൽ ചെറിയ റൗണ്ട് പുറത്തേക്ക് ഇറങ്ങാനാണോ? ദൈവത്തിൽ നിന്ന് ഇതാ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എങ്ങനെയാ? നമ്മൾ നേരത്തെ പഠിച്ചു, ആദം ഒരൊറ്റ ആളായിരുന്നു. ആദത്തിനുള്ളിൽ നിന്ന് ഹവ്വ പുറത്തേക്ക് ഇറങ്ങുക. ഒരു വാരിയിൽ നിന്ന് ദൈവം ഹവ്വയെ ഉണ്ടാക്കുകയാണ്, ഉളവാക്കുകയാണ്. ഹവ്വയെ സൃഷ്ടിക്കുകയല്ല, ഓൾറെഡി ആദത്തിലെ സൃഷ്ടി നടന്നത്, ഹവ്വയെ ഉളവാക്കുക. ഇതേപോലെ യേശുവിനെ സൃഷ്ടിക്കുകയല്ല, യേശു അതായത് ദൈവപുത്രനെ ഉളവാക്കുകയാണ്. പുത്രനെ ഉളവാക്കുക. പുത്രനെ എവിടെ നിന്നാണ് വരുന്നത്? പിതാവിൽ നിന്ന്. സിമ്പിളാ. അപ്പോ ദൈവവും ക്രിസ്തു തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും. അപ്പൊ പുത്രൻ എവിടെ നിന്നാ വന്നത്? പിതാവിൽ നിന്ന്. സിമ്പിളാ. അപ്പോ ഇതാ ഈ ഓപ്പറേഷൻ കാണാൻ പറ്റും. തുടർന്ന് ഇതാ നിങ്ങളെ കാണാം. അടുത്ത പിക്ചറിലേക്ക് പോകുമ്പോൾ എല്ലാം അവിടെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ആ പീരീഡിന്റെ പേരാണ് അനാദി, എറ്റേണൽ പാസ്റ്റ്. തുടർന്ന് ആ റെഡ് പോയിന്റ് ഇട്ടിരിക്കുന്ന പോയിന്റ് ആദി, ബിഗിനിങ്, ആരംഭം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നില്ലേ? അനാദിയിൽ വചനം ഉണ്ടായിരുന്നതല്ല, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പൊ ആദിയിൽ വചനം ഉണ്ടായിരുന്നു.
ആ ഒരു പോയിന്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അവിടുന്ന് ഒരു സ്പ്ലിറ്റ് ഓപ്പറേഷൻ നടക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? സൃഷ്ടിപ്പിന് വേണ്ടിയാണ് നടക്കുന്നത്. സൃഷ്ടിപ്പിന് വേണ്ടി ഹൗവയിൽ ആദ്യത്തെ സ്പ്ലിറ്റ് ഓപ്പറേഷൻ ചെയ്യുന്നതിനാ ദൈവം തന്നിൽ ചെയ്ത അതേ സ്പ്ലിറ്റ് ഓപ്പറേഷൻ മനുഷ്യന് ദൈവം റിപ്പീറ്റ് ചെയ്യും. കാരണം ദൈവം ചെയ്തത് മനുഷ്യനൊന്ന് മനസ്സിലാക്കാനും കൂടി അത് സഹായിക്കും. എന്തിനാണ് ആദത്തിൽ നിന്ന് ഹൗവയെ സ്പ്ലിറ്റ് ചെയ്തത്? നേരത്തെ ദൈവത്തിന്റെ വചനം ഉൽപ്പത്തി 5:2 പറയുന്നു, ദൈവം അവർക്ക് ആദം എന്ന് പേര് വിളിച്ചു. അപ്പോ ആദത്തിന് ഹൗവയ്ക്ക് ഒറ്റ പേരുണ്ടായിരുന്നുള്ളൂ, ആദം. ആദത്തിന് ഹൗവയ്ക്ക് ഒറ്റ പേരേ ഉള്ളൂ, ആദം. നിങ്ങൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഇതിനു മുമ്പ് ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി 5:2 ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദം എന്ന് പേരിടുകയും ചെയ്തു. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിച്ചു, അവർക്ക് ആദം എന്ന് പേരിട്ടു. ആദം ഒറ്റ പേരിലെ വിളി നടന്നത്. ഹല്ലേലൂയ. നേരത്തെ ക്രിസ്തുവിനും അതോടൊപ്പം തന്നെ, അതായത് ക്രിസ്തു ദൈവപുത്രന് പിതാവായ ദൈവത്തിനും ഒറ്റ പേരേ ഉള്ളൂ, ദൈവം. ഒറ്റ പേര്, ദൈവം എന്നാണ് വിളിക്കുന്നത്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്, വചനം ദൈവം ആകുന്നു എന്നല്ല, ദൈവമായിരുന്നു. ടെൻസ് എപ്പോഴും മനസ്സിലാക്കുക. ടെൻസ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, ലാംഗ്വേജ്, ഭാഷ കൈകാര്യം ചെയ്യുന്നതിന്, അതായത് ഇൻഫർമേഷൻ കൈകാര്യം ചെയ്യുന്നതിന് വളരെ ആവശ്യം. എന്നാൽ ഗ്രാമർ, പ്രോപ്പർ ഇൻഫർമേഷൻ കൈകാര്യം ചെയ്യുന്നതിന് വളരെ ആവശ്യമാണ്. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോ ഇതുമായുള്ള ബന്ധത്തിന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. നമുക്ക് യോഹന്നാൻ സുവിശേഷം 1-ാം 1-2 വാക്യങ്ങൾ ഒന്നുകൂടി വായിക്കും. ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞതെങ്കിലും അത് കുറച്ച് ആഴത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒറ്റയടിക്ക് സാധാരണപ്പെട്ട ഒരു വ്യക്തിക്ക് അത് മനസ്സിലാകണമെന്നില്ല. ദൈവം വെളിപ്പെടുത്തി കൊടുക്കാതെ മനസ്സിലാകുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവം ആയിരുന്നു. എല്ലാം പാസ്റ്റ് ടെൻസിലേക്കാണ് പോകുന്നത്. തുടർന്ന് പറഞ്ഞു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെ ആയി. അപ്പൊ ഈ പോയിന്റ് നമ്മൾ നോക്കുമ്പോൾ ആദി എന്ന പോയിന്റാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അത് എവിടെ വെച്ചാ പറയണേ? ഇവിടെ ഒന്നും വെച്ചല്ല, ഇവിടെ സമയത്തിൽ വന്നിട്ടാ പറയുന്നത്. നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് ആദിക്ക് മുമ്പ്, അനാദി, അതിന് ശേഷം, ആദിക്ക് ശേഷം ഇതാ ദൈവം സന്ധ്യാഭിഷേകം 1-ാം ദിവസം പറയുന്ന മുമ്പ് ടൈം ആരംഭിച്ചു, സമയം. അപ്പോ സമയത്തിൽ നിന്നാണ് എഴുതുന്നതിനുള്ള കാര്യം ഓർമ്മ വേണം. അപ്പൊ എല്ലാം കഴിഞ്ഞ കാലമാണ്. അപ്പോ കഴിഞ്ഞ കാലത്തെ കുറിച്ച് പറയുമ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു. നോക്കിയേ, ഇവിടെ വേറെ ഓൾറെഡി ഉണ്ട്, വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. അപ്പോ ഈ വചനം ഈ ആദിയിൽ ആരുടെ കൂടെയാണ്? ദൈവത്തോടു കൂടെയാണ്. ഇനി നോക്കിയേ, ഈ വചനം ആ ആദിക്ക് മുമ്പ് അനാദിയിൽ ആരായിരുന്നു? ദൈവമായിരുന്നു. കാരണം വചനം എവിടെയാ? ദൈവത്തിന്റെ ഉള്ളിലാ. പുത്രൻ എവിടെയാ? ജനിക്കുന്നതിന് മുമ്പ് അപ്പന്റെ ഉള്ളിലാ. അപ്പന്റെ ഉള്ളിലാ പുത്രൻ. ഇതുകൊണ്ടാണ് നിത്യ പിതാവ്, ദൈവം എന്നുള്ള എല്ലാ പേരും കടന്നു വരുന്നത്. യേശു സൃഷ്ടിക്കപ്പെട്ടവനല്ല, ദൈവത്തിൽ നിന്ന് ഉളവായതാണ്. ഉളവാകുന്നതിന് മുമ്പ് താൻ ആരായിരുന്നു? താൻ ദൈവത്തിലായിരുന്നു, ദൈവമായി. നിങ്ങൾക്കത് മനസ്സിലാക്കി തരാനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ സ്ക്രീൻ ഷെയർ ചെയ്യണം അല്ലേ? ഓക്കെ, ഇതുണ്ട്. ഇത് മുന്തിരിങ്ങ ജ്യൂസ് ആണേ. ഗ്രേപ്പ് ജ്യൂസ്, മുന്തിരിങ്ങ ജ്യൂസ്. ഇതെന്താണ് ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, വാവുകൊണ്ട് പറഞ്ഞേ. മുന്തിരിങ്ങ ജ്യൂസ് സത്യമാണല്ലോ. ഇത് ഷാജി ആണോ? ആണോ അല്ലേ?
ഒന്ന് പറഞ്ഞേ, ഷാജിയാണോ? ഇത് മുന്തിരിങ്ങ ജ്യൂസ് ആണല്ലേ? ഞാനല്ലേ ഇത്. അപ്പൊ മുന്തിരിങ്ങ ജ്യൂസ് ആരായി മാറി? മുന്തിരിങ്ങ ജ്യൂസ് ഇപ്പൊ ഷാജിയായി മാറി. ഞാനും നിങ്ങൾ കഴിച്ച ഭക്ഷണവും ഞാനും നിങ്ങൾ കുടിച്ച ആ വെള്ളവും പാനീയവുമാണ് നമ്മളായി മാറിയത്. അറിയോ? നിങ്ങൾ ജനിച്ചപ്പോ മുതൽ ഇന്ന് വരെ ഒന്നും കഴിക്കാതിരുന്ന എങ്ങനെ ഇരുന്നേനെ? നിങ്ങൾ ലോകത്ത് പോലും കാണത്തില്ല അല്ലെ? ഞാനും നിങ്ങളെ കഴിച്ച ഭക്ഷണവും കുടിച്ച പാനീയവുമാണ് നമ്മളെ ഇന്ന് ഈ രൂപത്തിൽ എത്തിയിരിക്കുന്നത്. അതെന്തായി മാറി? അത് നമുക്ക് ശരീരമായി. ഹല്ലേലൂയ. അപ്പോ നേരത്തെ ആ മുന്തിരി ജ്യൂസ് ഇപ്പോ ഷാജിയായി മാറി അല്ലെ? ഷാജിയുടെ ഭാഗമായി ഷാജിയായി മാറി. ഇതേപോലെ നേരത്തെ ദൈവത്തിലായിരുന്നവൻ, ദൈവമായിരുന്നവൻ ദൈവത്തിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തപ്പോ ഇപ്പോ അപ്പനല്ല, പിതാവല്ല, പകരം ആ പിതാവിന്റെ പുത്രനാണ്. ഇതുകൊണ്ടാണ് യേശുവിനെ ബൈബിൾ, നമ്മളല്ല, ബൈബിൾ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ക്ലാസ് ദൈവം തന്നെ, ക്ലാസ് ദൈവം തന്നെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നു. പ്രിയ സഹോദരികളെ, നിങ്ങൾക്കത് മനസ്സിലാക്കി തരാൻ വേറൊരു കാര്യം പറയും. എനിക്ക് 2 മക്കളുള്ളത്. എന്റെ മോന്റെ കാര്യം പറയാം. മോന്റെ പേര് ഡോൺ എന്ന, DAWN, പ്രഭാതം എന്ന അർത്ഥം വരുന്ന ഡോൺ. 1997 ഡിസംബർ 13 ഗൾഫിലായിരുന്നു പ്രിയ മകന്റെ ജനനം. അപ്പോ 1998 ഡോൺ മോൻ ഈ ഭൂമിയിലുണ്ട്. 97 ജനിച്ചത്. അപ്പോ 1998 ഇപ്പൊ പറയുമ്പോ 1998 ഡോൺ മോൻ ഉണ്ടായിരുന്നു. ആ ഡോൺ മോൻ 1998 ഷാജിയുടെ കൂടെയായി. പക്ഷേ ആ ഡോൺ മോൻ 1996, 95 വർഷങ്ങളിൽ ഡോൺ മോൻ ഷാജിയായി. വല്ലോ മനസ്സിലായോ? 97 ഡിസംബർ 13 ഡോൺ മോൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത്. 95, 94, 93 കാലങ്ങളിൽ ആ ഡോൺ ഷാജിയായിരുന്നു. എന്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു. ദൈവം വെച്ചിരുന്നു. മനസ്സിലായോ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു. പക്ഷേ ആ വചനം അനാദിയിൽ ദൈവമായിരുന്നു. ഇതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പറയുന്നത് യോഹന്നാൻ 17:5, പിതാവേ, ലോക സൃഷ്ടിക്ക് മുമ്പ്, ആദിയിലാണ് ലോക സൃഷ്ടി നടന്നത്, ലോക സൃഷ്ടിക്ക് മുമ്പ്, അതാണ് അനാദി, അനാദിയിൽ എനിക്ക് നിന്നോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. അനാദിയിൽ യോഹന്നാൻ 17:5 നമ്മളത് മനസ്സിലാക്കിയതാണ്. Oh Lord, I love you. ഇതാ ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പ്. അപ്പൊ ലോകം ഉണ്ടാകും മുമ്പ് ആരുണ്ട്? വചനമുണ്ട്. ലോകം ഉണ്ടാകും മുമ്പ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ. അപ്പോ ലോകം ഉണ്ടാകും മുമ്പ് എനിക്ക് നിന്റെ അടുക്കൽ എന്തുണ്ടായിരുന്നു? മഹത്വം ഉണ്ടായിരുന്നു. ആ മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ഇതാണ് 90 സങ്കീർത്തനം 2-ാം വാക്യം പറയുന്നത്. പിതാവേ, അതായത് ആദിക്ക് മുമ്പ് അനാദി, അനാദിയായ ശാശ്വതമായി നീ ദൈവമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ്
ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ്. ഭൂമിക്ക് അടിസ്ഥാനം ഇട്ട എപ്പോഴാണ്? ആദിയിലാണ്. ആദിയിൽ, അതിനു മുമ്പ്. അതാണ് യേശു പറയുന്നത്, അതിനു മുമ്പ് ഞാനുണ്ട്. എല്ലാം 90 സങ്കീർത്തനം 2-ാം വാക്യം. പർവ്വതങ്ങൾ ഉണ്ടായതിനും, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായി. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിന് മുമ്പേ. അപ്പോ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിന് മുമ്പേ ഉള്ള കാലത്തിന്റെ പേരാണ് അനാദി. നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ഇതാണ് യേശു പറയുന്നത്. ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എനിക്ക് നിന്നോടുകൂടി ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. പ്രിയ സഹോദരങ്ങളെ, ആ ഒരു ചിന്ത എനിക്ക് മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇത് ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കാനായിട്ട് ബൈബിളിലെ ഒരു സ്ക്രിപ്ചർ, ഹെബ്രായ ലേഖനത്തിലെ ഒരു കാര്യം നിങ്ങളോട് പറയാം. ഫാദർ വിത്ത് താങ്ക്. Lord, I love it. നമ്മൾ നേരത്തെ വായിച്ച ഭാഗം കൂടെ കാണാം. ഗോഡ് സ്പിരിറ്റ് ഓഫ് വിഷൻ. അനാദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നവനും ദൈവമായിരുന്നവനും ലോക സൃഷ്ടിപ്പിന്റെ ആരംഭത്തിൽ അഥവാ ആദിയിൽ വചനമായി ദൈവത്തിനായി പ്രവർത്തനം ആരംഭിച്ചു. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ ഒരു കാര്യം, ഞാനും എന്റെ മകനും തമ്മിൽ, ഫാദർ ആൻഡ് സൺ. ഡോൺ ഷാജി ഫാദർ, ഡോൺ സൺ. പ്ലേസ് ആൻസർ അക്കോർഡിംഗ് ടു ടൈം. നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. 13/12/1997 എന്റെ മകന്റെ ജനനം. എന്നാൽ അതിനു മുമ്പ് ഈ മകൻ എവിടെയായിരുന്നു? ഈ മകൻ എന്റെ ഉള്ളിലായിരുന്നു, എന്റെ കടിപ്രദേശത്തായിരുന്നു. അന്ന് ഈ ഡോൺ ഷാജിയായിരുന്നു. അതുകൊണ്ടാണ് വചനം ദൈവമായിരുന്നു എന്ന് പറയുന്നത്. ദൈവമാകുന്നു എന്ന് പറയാം, ദൈവമായിരുന്നു എന്ന് പറയും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇനി എന്ത് സംഭവിച്ചു? 1997 എന്റെ ഉള്ളിലുണ്ടായിരുന്ന മകൻ ഭൂമിയിലേക്ക് ക്ഷണിച്ചു. അപ്പോ ആ മകൻ ചുരുന്ന് എന്നോട് കൂടെയായി. ഹല്ലേലൂയ. ഇനി നമുക്ക് ഇതുമായ ബന്ധത്തിലായി നമുക്ക് വേറെ ബൈബിളിന്റെ വേറെ ഒരു രംഗത്തേക്ക് കടന്നു വരാം. ഓളോടെല്ലാം നിങ്ങൾക്കത് വായിക്കാമോ? 1998 ഡോൺ ഉണ്ടായിരുന്നു. 1985 ഡോൺ ഷാജിയോട് കൂടെ ആയിരുന്നു. ഡോൺ ഷാജി ആയിരുന്നു. എന്നാൽ 1997 ഷാജിയോട് കൂടിയായിരുന്നു ഡോൺ ശിവ വഴി ഭൂമിയിൽ ജനിച്ചു. ഇതെല്ലാം ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നുള്ള വചനം നിങ്ങൾ കമ്പയർ ചെയ്ത് വായിക്കും. അപ്പൊ കൂടുതൽ മനസ്സിലാവും. ഇത് നമ്മളൊരു ബൈബിളിക്കൽ സമയത്തേക്ക് കടന്നു പോവുകയാണ്. ഹെബ്രായ ലേഖനത്തിൽ ഇതേ സംബോധന പറയുന്നു. അതായത് അബ്രഹാം മൽക്കിസദേക്കിന് ദശാംശം കൊടുത്തപ്പോ, മൽക്കിസദേക്കിന് അബ്രഹാം ദശാംശം കൊടുത്തപ്പോ ദൈവത്തിന്റെ വചനം പറയുന്നു ലേവിയും ദശാംശം കൊടുത്തു. ലേവി ജനിച്ചിട്ട് പോലുമില്ലോ. ഇനിയും ഉണ്ട് കുറെ സമയങ്ങള്, 100-200 വർഷങ്ങൾ കഴിഞ്ഞാലേ ഇനിയിപ്പോ ആ സമയമൊക്കെ ആകത്തു. പക്ഷെ അബ്രഹാം ദശാംശം കൊടുത്തപ്പോ ലേവി ദശാംശം കൊടുത്തു പറയാൻ. അപ്പൊ ലേവി എവിടെ ഉണ്ടായിരുന്നു? അന്ന് ലേവി അബ്രഹാമായിരുന്നു. കാരണം ലേവി ജനിച്ചിട്ടില്ലെങ്കിലോ അബ്രഹാത്തിനോട് ലേവി ഉണ്ടായിരുന്നു. ആര് പറയുന്നു? ഞാനല്ല, ബൈബിൾ പറയുന്നു. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ചെയ്ത് മനസ്സിലാകാൻ വളരെ ചെറുതാകാണെങ്കിൽ ഞാൻ എന്റെ വേറെ ടൈമിലേക്ക് കൊണ്ടുവരാം. ഹെബ്രായ 9-10 വരെയുള്ള വാക്യങ്ങളാണ്. ജീനിയോളജി ഓഫ് എബ്രാഹാം, ആ തലമുറയെ കുറിച്ച് പറയാണ്. അപ്പോ എബ്രാഹത്തിന്റെ ആ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ നമുക്കവിടെ കാണാൻ പറ്റും. എബ്രാഹത്തിന്റെ മകനാണ് ഐസക്. ഐസക്കിന്റെ മകനാണ് ജേക്കബ്. ജേക്കബിന് ലയയിൽ ജനിച്ച 3ാമത്തെ പൈതലാണ് ലേവി. പക്ഷേ അബ്രഹാം ദശാംശം കൊടുത്തപ്പോ ഈ ടോപ്പിക് കാണുന്ന ഞാൻ എന്നെ മാർക്ക് ചെയ്യാം. അബ്രഹാം ദശാംശം കൊടുത്തപ്പോ 2 തലമുറയ്ക്ക് 3ാം തലമുറയായി ലേവി ദശാംശം കൊടുത്ത ദൈവത്തിന്റെ വചനം പറയും. എന്നിട്ട് പറയാണ് ലേവി അബ്രഹത്തിന്റെ കടിപ്രദേശം ഉണ്ടായിരുന്നത്. അപ്പൊ അന്ന് ലേവി അബ്രഹത്തിന്റെ കടിപ്രദേശം ഉണ്ട്. അന്ന് ലേവി അബ്രഹമായി. ദൈവം അവർക്ക് ആദം എന്ന് പേര് വിളിച്ചു. അന്ന് ഹവ്വ
ആദത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇവിടെ ഇതുമായി ബന്ധത്തില് ആ വാക്യം നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ എബ്രായ ലേഖനം 7-ാം അധ്യായം 9 മുതലുള്ള വാക്യം വായിക്കും. ഓ ലോർഡ് ഐ ലവ് യു. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ദശാംശം വാങ്ങുന്ന ലേവി അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തിരിക്കുന്നു എന്ന് ഒരു വിധത്തിൽ പറയാം. അവന്റെ പിതാവിനെ, അതായത് ലേവിയുടെ പിതാവിനെ അബ്രഹാമിനെ പിതാവിനെ മൽക്കിസദേക്ക് എതിരേറ്റപ്പോൾ ലേവി അവന്റെ കടിപ്രദേശം ഉണ്ടായിരുന്നല്ലോ. ഹല്ലേലൂയ. അപ്പോ ശ്രദ്ധിച്ചേ, ലേവി അബ്രഹാമിന്റെ കടിപ്രദേശം ഉണ്ടായിരുന്നു. അപ്പൊ ലേവി വരണമെങ്കിൽ 2-3 തലമുറ ലേവി വരുന്നുള്ളൂ. പക്ഷെ ഓൾറെഡി അബ്രഹാമിന്റെ കടിപ്രദേശം ഉണ്ടായിരുന്നു. ലേവിയും അബ്രഹാമിന് ഈ ലേവിയും അബ്രഹാം മുഖാന്തരം മൽക്കിസദേക്കിന് ദശാംശം കൊടുത്തു എന്ന ദൈവത്തിന്റെ വചനം പറയും. അപ്പൊ നമുക്ക് ഇവിടെ ചിത്രത്തില് നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. പ്ലേസ് ആൻഡ് പൊസിഷൻ ട്രാൻസ്ഫർ അക്കോർഡിംഗ് ടു ടൈം. അവിടെ എഴുതിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, for Levi was yet in the loins of his father when Melchizedek met him. അപ്പോ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും, ഈ കാണുന്നതാണ് ഫാദർ അബ്രഹാം. അബ്രഹാത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്കൂടെ കാണാം വേറൊരു മനുഷ്യനെ ഐസക്. ആ ഐസക്കിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാം വേറൊരു മനുഷ്യനെ ജേക്കബ്. അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാം ലേവി. ആ ലേവിയാണ് BC 1850 ജനിച്ചത്, പുറത്തേക്ക് വന്നത്. ആ BC 1850 മുമ്പ് BC 2150 അബ്രഹാമിന്റെ ജീവിത കാലയളവിൽ ആ ലേവി അബ്രഹാമായി. നമുക്ക് ഇങ്ങനെ വായിക്കാം, യോഹന്നാൻ 1-1 അധ്യായം 1-2 വാക്യങ്ങൾ ഈക്വലന്റ് അടിങ്ങനെ വായിക്കാം. BC 1850 ലേവി ഉണ്ടായിരുന്നു. BC 2150 ലേവി അബ്രഹത്തോടു കൂടെയായിരുന്നു. ലേവി അബ്രഹമായിരുന്നു. എന്നാൽ BC 1900 അബ്രഹത്തോടു കൂടിയായിരുന്ന ലേവി ഇസഹാക്കിലൂടെ യാക്കോബിലൂടെയും ലേ വഴി ഭൂമിയിൽ ജനിച്ചു. ഞാൻ ചിന്തിക്കുന്നു കാര്യങ്ങൾ ഒരു വിധത്തിൽ മനസ്സിലായി കാണും എന്ന് ഞാൻ ചിന്തിക്കുക. ലോർഡ് ഐ ലവ് യു. താങ്ക് യു ഫാദർ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇനി ഇവിടുന്ന് നമ്മൾ ചിന്തിച്ച ആ ഭാഗത്തേക്ക് തന്നെ വീണ്ടും വരികയാണ്. ആ ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ ഫസ്റ്റ് ടു ലാസ്റ്റ്, തുടക്കം മുതൽ അവസാനം വരെ നമ്മള് കമ്പി വാക്കുകളിൽ പഠിക്കുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് തീരും. ഓക്കെ, ഇവിടെ എനിക്ക് കാണാൻ പറ്റും നമ്മൾ ഈ കണ്ട വചനം യോഹന്നാൻ 1:1. ഇനി നിങ്ങൾ പെട്ടെന്ന് യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യം വായിച്ചുകൊണ്ട് എനിക്ക് കൂടുതലൊന്ന് മനസ്സിലാകാനായിട്ട് അറിയാം. ആ ഭാഗത്ത് കൂടുതലൊന്ന് മനസ്സിലാക്കാനായിട്ട്, ആദ്യം വചനം ഉണ്ടായിരുന്നു. എപ്പോൾ? ആദി, ബിഗിനിങ് കേട്ടോ. വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനം ദൈവമായിരുന്നു, അനാദിയിൽ ദൈവത്തോടൊപ്പമായിരുന്നു. ആദിയിലാണ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ നടന്നത്. ആ സ്പ്ലിറ്റ് ഓപ്പറേഷൻ നടന്നത് ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് അവിടെ സമയം ക്ലിയർ ആക്കി പറയാണ്, അവൻ ദ ബിഗിനിങ് ഹി വാസ് വിത്ത് ഗോഡ്. ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, ആദിക്ക് മുമ്പോ ദൈവമായിരുന്നു. അപ്പോ ഈ ഒരു ഭാഗം നമ്മൾ ക്ലിയർ ആക്കുക. യേശുക്രിസ്തു ആരായിരുന്നു? ദൈവമായിരുന്നു. ഇനി അവിടുന്ന് ആ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കുക. താൻ വചനമായി മാറുക, ദൈവപുത്രനായി മാറുക. തുടർന്ന് വീണ്ടും അവിടുന്ന് താഴുകയാണ്, വചനം മാംസമായി നമ്മുടെ ഇടയിലേക്ക് വരികയാണ്. ഇതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം പറയുന്നത്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ആ തന്നെത്താൻ ഒഴിച്ച് ഒരു സ്റ്റെപ്പ്, വീണ്ടും അടുത്ത സ്റ്റെപ്പ് തന്നെത്താൻ താഴ്ത്തി. അപ്പോ ഈ 2 സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ടാണ് താൻ മനുഷ്യപുത്രനായിട്ട് ഭൂമിയിലേക്ക് നടന്നത്. അപ്പോ ഇത് ബൈബിള് പറയുമ്പോ ഇത് നമ്മൾ അംഗീകരിക്കാതെ നമ്മൾ യേശുവിനെ ദൈവപുത്രൻ നാം അംഗീകരിക്കുക, യേശുവിനെ നമ്മുടെ കർത്താവെന്ന് അംഗീകരിക്കുക, യേശുവിനെ നമ്മുടെ തലയെന്ന് അംഗീകരിക്കുക. എന്നാൽ യേശു പിതാവായ ദൈവമല്ല. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കും. നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റായി പഠിച്ചാൽ നമ്മൾ ഇംപ്രോപ്പർ അടിസ്ഥാനം ഫൗണ്ടേഷൻ ഇടുന്നവരാണ്. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയത്തില്ല. ഇതിന്റെ മുകളിൽ നമ്മൾ പണിത് കഴിഞ്ഞാൽ മുകളിലേക്ക് എത്തുമ്പോൾ താഴെ വീഴുമ്പോൾ മറ്റുള്ളവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ അവിടെ കിടന്ന് ഉരുളുമ്പോൾ വീണ്ടും പാപികളാവും. നമ്മൾ ശരിയാണെന്ന് പറയാൻ വേണ്ടി വീണ്ടും പലതും പറയും. അതൊക്കെ തെറ്റിലേക്ക് പോകാനായിട്ട് അടിയാവും. അതായത് ഒരു തെറ്റിനെ മറയ്ക്കാൻ അനേക തെറ്റുകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോ അങ്ങനെയാകാതെ റൈറ്റ് ആയിട്ട് മനസ്സിലാക്കുക. അല്ല ഇങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ അതിന് വചനം തരണം. കാരണം വചനത്തിന് അടിസ്ഥാനമായിട്ട് പറയുക. ആദിയിൽ ഒരു സഭകളിൽ ഉണ്ടായ ആദിയിൽ വചനം ഉണ്ടായി. അതുകൊണ്ട് നമുക്ക് ഈ പാറമേൽ അടിസ്ഥാനമിട്ട്, ഈ വചനത്തിനും അടിസ്ഥാനമായിട്ട് പണിയുന്നവൻ വീണു പോകത്തില്ല.
ഒന്നോ വചനത്തിൽ അടിസ്ഥാനമിട്ട് പണിയാം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. എല്ലാവരും ഇനി നമ്മൾ ഇതുമായുള്ള ബന്ധത്തില് നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഓ ഫാദർ എല്ലാവരും പലപ്പോഴും ചോദ്യം ചോദിക്കുന്നത്, അപ്പൊ യേശുക്രിസ്തു സൃഷ്ടാവല്ലേ, യേശുക്രിസ്തു സൃഷ്ടാവല്ലേ? പലപ്പോഴും സഹോദരങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവർ പഠിച്ചതുമായിട്ടുള്ള ബന്ധത്തില് പറയുമ്പോൾ വ്യത്യസ്ത തലത്തിൽ പറയുമ്പോ അവർക്ക് ബുദ്ധിമുട്ട് വരും. കാരണം നിങ്ങൾ പലപ്പോഴും കേട്ടത് കുറച്ച് വചനമുണ്ട്, പക്ഷേ കൂടുതൽ സമ്പ്രദായമായി. എന്നാൽ ഇവിടെ സമ്പ്രദായത്തെ മാനിക്കുന്നത് പോലും പകരം വചനത്തെ മാത്രമേ മാനിക്കൂ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തു സൃഷ്ടികർമ്മം ചെയ്ത വ്യക്തിയാണ്. വളരെ വ്യക്തതയോടെ ദൈവത്തിന്റെ വചനം പറയും, ഇതാ പിതാവ് സൃഷ്ടികർമ്മം നടത്തിയതെല്ലാം പുത്രനിലൂടെയാണ്. പുത്രൻ അവിടുത്തെ മാനേജിങ് പാർട്ടായിരുന്നു. പുത്രനായിരുന്നു അവിടുത്തെ ശില്പി, എഞ്ചിനീയർ എന്നൊക്കെ പറയത്തില്ലേ, ശില്പി. പുത്രനായിരുന്നു അത് ചെയ്തത്. പിതാവ് പുത്രനിലൂടെയാണ് അത് ചെയ്തത്. ഇതുപോലെ താഴത്തെ വാക്യം പറയുന്നത്, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായത്. പ്രിയ സഹോദരങ്ങളെ, ഇതാ നമ്മൾ വചനം ഡിവൈഡ് ചെയ്യുമ്പോൾ അത് വ്യക്തതയോടെ കാര്യങ്ങൾ ഡിവൈഡ് ചെയ്യുക, പഠിക്കുക. അപ്പോ ഈ ഭാഗം നിങ്ങൾക്ക് വ്യക്തമായി ഞാൻ ചിന്തിക്കുകയാണ്. ഇത് തന്നെയാണ് 1 യോഹന്നാൻ 1:2 പറയുന്നത്. 1 യോഹന്നാൻ 1:2 പറയുന്നത്, ആദ്യം ഈ ദൈവപുത്രനായ ക്രിസ്തു എവിടെയായി അവൻ എഴുതിയിരിക്കുന്നു. ആദ്യം മുതലുള്ളത് ഞങ്ങൾ കേട്ടത്, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്, ഞങ്ങൾ നോക്കിയത്, ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷനായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുന്നു. അപ്പൊ പിതാവിനോട് കൂടെ ഇരുന്ന് അപ്പൊ യേശു ക്രിസ്തു പിതാവല്ല, പിതാവിനോട് കൂടെ ഇരിക്കുന്ന. ഇതാണ് ബൈബിൾ അവസാനിക്കുന്നത്, കുഞ്ഞാട് പിതാവിനോട് കൂടെ ഇരിക്കുന്നു. അപ്പൊ ഇത് വ്യക്തതയോടെ മനസ്സിലാക്കി. തെറ്റായി നാം പഠിക്കരുത്. പഠിച്ചത് നമ്മൾ വചനപ്രകാരം മാറ്റും. ഹല്ലേലൂയ. അപ്പോ ഇനി യേശു ക്രിസ്തു പിതാവാണ്. ഏത് രീതിയിലാണെന്നറിയാമോ? നമ്മളെ വീണ്ടെടുത്തതുമായുള്ള ബന്ധത്തിൽ യേശു ക്രിസ്തു പിതാവ്. പക്ഷെ പിതാവായിരുന്നു അത് നമ്മൾ മനസ്സിലാക്കാം. നേരത്തെ ആ പിതാവായിരുന്നു, ദൈവമായിരുന്നപ്പോൾ താൻ പിതാവിനുള്ളിൽ ആ ദൈവത്തിലായിരുന്നു, അപ്പോൾ താൻ നിത്യപിതാവ്. പക്ഷെ അവിടുന്ന് ഓപ്പറേഷൻ വിട്ടു കഴിഞ്ഞപ്പോൾ, നീ എന്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ആ ഒരു പോയിന്റിൽ ഇതാ അവിടുന്ന് സെപ്പറേറ്റ് ആയി ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെ ഒഴിക്കുകയാണ്. താൻ വചനമായി മാറുക. എന്തിനു വേണ്ടി? ക്രിയേഷന് വേണ്ടി, സൃഷ്ടിപ്പിന് വേണ്ടി. എന്തിനാണ് ഹവ്വയെ സ്പ്ലിറ്റ് ചെയ്തത് ആദത്തിൽ നിന്ന്? മൾട്ടിപ്ലിക്കേഷന് വേണ്ടി, സന്താന കുറിച്ചുകൂടെ പെരുകുന്നതിന് വേണ്ടി. ഹല്ലേലൂയ. അപ്പോ ആ ഒരു പോയിന്റ്, ആ സ്പ്ലിറ്റിംഗ് പോയിന്റ് നമുക്ക് ഒന്ന് ചിന്തിക്കാം. Oh Lord, I love you. Father, I thank you. Oh Lord. ഹെബ്രായ ലേഖനം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ ആ സ്പ്ലിറ്റിംഗ് പോയിന്റിനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. അവരെഴുതിയിരിക്കുകയാണ് 1 മുതൽ വായിക്കും. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാർ അരുളിച്ചു, അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം. അപ്പൊ ദൈവത്തിനൊരു പുത്രനായി അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം. അപ്പൊ മനസ്സിലാക്കിയ ഇവിടെ ബന്ധം, ദൈവവും ക്രിസ്തു തമ്മിലുള്ള ബന്ധം പിതാവും പുത്രൻ. അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളിച്ചിരിക്കുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി. പിതാവാണ് അതൊക്കെ ചെയ്യുന്നത്. പിതാവ് തന്നെത്താൻ ജീവനുണ്ട്, പുത്രൻ അത് കൊടുത്തു. ഇതാ പിതാവിനാണ് എല്ലാ അവകാശവും. അവനെ പുത്രനെ താൻ അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെ ഉളവാക്കി. വീണ്ടും യേശു ക്രിസ്തുവിലൂടെയാണ് സൃഷ്ടികർമ്മം നടത്തിയെന്ന് വ്യക്തതയോടെ നമുക്ക് കാണാൻ കഴിയും. അവൻ മുഖാന്തരം ലോകത്തെയും ഉളവാക്കി. അവൻ തന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്തിൽ വായിക്കുന്നവനും ആകുന്നുണ്ട്. യേശുവാണ് സകലം മാനേജ് ചെയ്യുന്നത്. സൃഷ്ടികർമ്മം നടത്തിയത് മാത്രമല്ല, മാനേജ് ചെയ്യുന്നു. അപ്പോ ദൈവത്തിന്റെ മാനേജിങ് ഹാൻഡ് ആണ് ക്രിസ്തു. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും, അതിനുള്ള മഹിമ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും, അവർ ദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. എന്നിട്ട് പറയാണ്, ഇതാ ആ സ്പ്ലിറ്റ് ഓപ്പറേഷനെ കുറിച്ച് പിന്നെ പറയാണ്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ ഒരു പിതാവ്, അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അപ്പൊ യേശുവിന്റെ സ്ഥാനം പുത്രന്റെ സ്ഥാനമാണ്. ദൈവപുത്രൻ വ്യക്തതയോടെ ബൈബിൾ പറഞ്ഞത് ദൈവപുത്രൻ, അതുകൊണ്ട് പിതാവല്ല.
ഗ്ലോറി ആണ്. ആ സ്ഥാനം, പിതാവിന്റെ സ്ഥാനത്ത് യേശുവിനെ കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്യുക. അത് അങ്ങനെ തന്നെ, പിതാവിന്റെ സ്ഥാനത്ത് പിതാവിന് തന്നെ ഇരിക്കട്ടെ. ബൈബിൾ അവസാനിക്കുമ്പോഴും അങ്ങനെ തന്നെയല്ലേ? ഹല്ലേലൂയ. ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ. അപ്പൊ ദൈവത്തിന്റെ സ്ഥാനം ദൈവത്തിന് തന്നെ കൊടുക്കുക. കുഞ്ഞാടിനെ പിടിച്ച് ദൈവമാക്കിയ പിന്നെ ദൈവം നമ്മളോട് കൊണ്ടിരുത്തും. ഗ്ലോറി അങ്ങനെ ചെയ്യരുത്. അപ്പൊ ശ്രമിച്ചാണ്, ഇതാ നീ എന്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനായിരിക്കും എന്ന് ദൂതന്മാർ ആരുടെയെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഇത് എവിടെ അരുളി ചെയ്ത്? പഴയ മുദ്രയ്ക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇതാ സങ്കീർത്തന പുസ്തകം, ഓ ലോർഡ് ഐ ലവ് യു, 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് ഇതവിടെ എഴുതിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും. 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ, ഓ ലോർഡ് ഐ ലവ് യു, യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന് ആരാണ്? യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ പുത്രൻ മാത്രമല്ല, പിതാവിന്റെ അഭിഷിക്തനാണ്, പിതാവിന്റെ രാജാവ്, സകലത്തെയും കൺട്രോൾ ചെയ്ത രാജാവ്. ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഒന്ന് അഭിഷിക്തൻ എന്നുള്ളതിന്റെ വാക്യം നമുക്ക് വായിക്കാം. അതിന്റെ 2-ാം വാക്യം, യഹോവയ്ക്ക് അവന്റെ അഭിഷിക്തന് വിരോധമായി ഭൂമിയിൽ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്തതെന്ന്. യഹോവയ്ക്ക് അവന്റെ അഭിഷിക്തൻ, അതാണ് പിതാവും പുത്രൻ, യഹോവയെ ക്രിസ്തു. ഗ്ലോറി. ഇനി ആ അഭിഷിക്തന്റെ സ്ഥാനം എന്താണ്? അഭിഷിക്തന്റെ സ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ രാജാവ്. അവിടെ എഴുതിയിരിക്കുന്നു അതിന്റെ 6-ാം വാക്യം, എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ആ രാജാവാണ് ക്രിസ്തു, ദൈവപുത്രൻ, വചനം. ഇനി ഇതാ ഇവിടെ പറയുന്നു, ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. പുത്രനെ ജനിപ്പിച്ച കാര്യമാണ് പറയുന്നത് കേട്ടോ. യഹോവ എന്നോട് അരുളി ചെയ്തു, നീ എന്റെ പുത്രൻ. അതായത് ക്രിസ്തുവിനോട് പിതാവായ ദൈവം യഹോവ അരുളി ചെയ്തു, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ബന്ധം മനസ്സിലായോ? പിതാവ് പുത്രൻ തമ്മിലുള്ള ബന്ധം. പിതാവ് അരുളി ചെയ്യുകയാണ്. യേശുവിനോട് അരുളി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരേ ഒരാളെ ഉള്ളൂ പിതാവായിട്ട്. അരുളി ചെയ്യുന്നു, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു. ഇതാണ് ഹെബ്രായ ലേഖനക്കാർ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ ദൈവം എന്നുള്ള രീതിയിൽ യേശുവിന് ആരംഭമില്ല, പക്ഷെ പുത്രൻ എന്നുള്ള രീതിയിൽ യേശുവിന് ആരംഭമുണ്ട്. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇന്ന്, അതായത് സകല സൃഷ്ടികൾക്ക് മുമ്പ് യേശുവിനെ ജനിപ്പിച്ചു. ആര്? പിതാവ്. എന്തിനു വേണ്ടി? സൃഷ്ടിപ്പിന് വേണ്ടി. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ. യേശുവിന് മറ്റൊരു പേരാണ് ആമേൻ. ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ. ലോർഡ് ഐ ലവ് യു. ലവോദിക്യ സഭയ്ക്ക് ദൂത് എഴുതുമ്പോ യേശു ക്രിസ്തു തന്നെ തന്നെ പരിചയപ്പെടുന്ന രംഗമാണ്. അതിന് 3-ാം അധ്യായം 14-ാം വാക്യം, വെളിപ്പാട് 3:14. ലവോദിക്യയിലെ സഭയുടെ ദൂതനെ എഴുതുക, വിശ്വസ്തര സത്യവാനുമായി സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്തു. സകല സൃഷ്ടിക്ക് മുമ്പ് ദൈവത്തിൽ നിന്ന് ഉളവാക്കപ്പെട്ടു. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, നീ എന്റെ പ്രിയം. മനസ്സിലായോ? ഞാൻ വിശ്വസിക്കുന്നു. ലോർഡ് ഐ ലവ് യു. ഓ ഫാദർ. കൊളോസ്യർ അതിന്റെ 1:15 ഇവിടെ എഴുതിയിരിക്കുന്നു, അവൻ യേശു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ, ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്. സർവ സൃഷ്ടിക്കും, എല്ലാ സൃഷ്ടികർമ്മം നടക്കുന്നതിന് മുമ്പ് ആദ്യ ജാതനുമാവും. ഞാനല്ല പറയുന്നത്, ദൈവമാണ്, ദൈവത്തിന്റെ വചനമാണ് പറയുന്നത്. He is the first born, ജനിച്ചവനാണ്, ഫസ്റ്റ് ബോൺ ഓഫ് ഓൾ ക്രിയേഷൻ. ബൈബിളാണ് പറയുന്നത്. പല സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മൾ കേട്ടു അല്ലെ, 2-3 പേരുടെ സാക്ഷി വഴിയിൽ ഏത് കാര്യം ഉറപ്പാക്കാം. സങ്കീർത്തനത്തിൽ കേട്ടു, ഹെബ്രായ ലേഖനത്തിൽ കേട്ടു, കൊളോസ്യ ലേഖനത്തിൽ കേട്ടു. യേശു ജനിച്ചവനാണ്. ആരിൽ നിന്ന്? പിതാവിൽ നിന്ന്. നീ എന്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു. പ്രിയ സഹോദരനെ, ഇപ്പോൾ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുക. ദൈവം അനുവദിക്കാത്ത സമയത്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഗോഡ്സ് ആ സ്പ്ലിറ്റ് ഓപ്പറേഷൻ, ഫസ്റ്റ് ടു ലാസ്റ്റ്, ഒറ്റയടിക്ക് പറഞ്ഞത്. ഒറ്റ ക്ലാസ് കൊണ്ട് പറഞ്ഞാൽ ആഗ്രഹിച്ചത്, പക്ഷെ തീർന്നില്ലല്ലോ, പോകുന്നില്ലല്ലോ. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന വിഷയമാണെങ്കിൽ പെട്ടെന്നൊക്കെ പറഞ്ഞു പോകാൻ പറ്റില്ല. അറിയാത്ത വിഷയമായതുകൊണ്ട് ഇന്ന് വായിച്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകാനായിട്ട് കടന്നു വരികയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ഇതുമായുള്ള ബന്ധത്തില് ബാക്കിയുള്ള കാര്യങ്ങളെ തുടർന്ന് ക്ലാസ്സിൽ മനസ്സിലാക്കും. അപ്പൊ ഇത്രത്തോളം നാം മനസ്സിലാക്കി ചിന്ത എന്ന് പറയുന്നതും ഇതാ
ക്രിസ്തു ആരായിരുന്നു? ക്രിസ്തു ദൈവമായിരുന്നു. തുടർന്ന് ആ ദൈവത്തിന്റെ ഓപ്പറേഷൻ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കുക. അപ്പോ അവിടുന്ന് താൻ താഴെ ഒഴിക്കുകയാണ്, ദൈവത്വത്തെ ഒഴിക്കുന്നു, താഴേക്ക് വരുന്നു, പുത്രനാകുന്നു. തുടർന്ന് ആ പുത്രനാണ് വചനം എന്ന് പറയുന്നത്. ആ വചനത്തിലൂടെയാണ് സകലം സൃഷ്ടിച്ചത്. തുടർന്ന് കാലസമ്പൂർണതയിൽ എന്തുപറ്റി? വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ ജനിച്ചവനായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പൊ മനുഷ്യപുത്രനും കൂടിയായി. അപ്പൊ ഏഷ്യ 9:6 പറയുന്ന എല്ലാ ഓപ്പറേഷനും യേശുവിനുണ്ട്. ഗ്ലോറി. നമുക്ക് ശിശു ജനിച്ചിരിക്കുന്നു, അവൻ അത്ഭുതമന്ത്രി, വീരനാഥ ദൈവം, സമാധാനപ്രഭു, നിത്യപിതാവ്, എല്ലാം അടങ്ങി ആ മുഴുവൻ അതിലെ സമ്പൂർണ്ണതയിലേക്ക് വന്നു. അപ്പോ ഇപ്പോ യേശു ആരാണ് എന്നുള്ളതാണ്. ആ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം, അതായത് ദൈവവും ക്രിസ്തു തമ്മിലുള്ള ബന്ധമാണ് പിതാവും പുത്രനും. ഞാനും എന്റെ മകനും തമ്മിലുള്ള ബന്ധം പറഞ്ഞു, അബ്രഹാവും ലേവിയും തമ്മിലുള്ള ബന്ധം പറഞ്ഞു. അപ്പൊ ഈ അതോടൊപ്പം തന്നെ ആദവും ഹവ്വയും തമ്മിൽ ആ സെപ്പറേഷൻ കാണിച്ചു തന്നു. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ഒരു ഫലത്തിലേക്ക് ഇത് കടന്നു വരികയാണ്. അപ്പോ ദൈവം ഇഷ്ടം ചെയ്യുന്നവനാണ്. അതായത് ദൈവം ഒരു പ്രവൃത്തി ചെയ്യുകയാണ്. അതാണ് കർത്താവായ യേശു പറഞ്ഞത്, എന്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, ഞാനും പ്രവർത്തിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ സകല സത്യത്തിലും വഴി നടത്തുകയല്ലേ. ഇത് പ്രവർത്തിക്കാൻ വേണ്ട നമ്മൾ മാത്രം. ഇതാണ് കർത്താവ് പറയുന്നത്, എന്നെ കർത്താവ് എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ, പ്രവർത്തിക്കുന്നവനാണ് സ്വർഗ്ഗരാജ്യാവകാശം ആക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മനുഷ്യ സമ്പ്രദായം വെച്ചുകൊണ്ടുള്ള ഒരു ഭക്തിയൊക്കെ വിട്ടിട്ട് യേശുവിനെ ആരാധിച്ച് മാത്രം ജീവിതം അവസാനിപ്പിക്കാതെ, യേശു പറഞ്ഞതുപോലെ എന്നെ ആരാധിച്ചാൽ എന്റെ കർത്താവ് എന്ന് പറയുന്നവൻ അവനും അല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗ്ഗരാജ്യാവകാശം ആക്കുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ യാത്രകൾ നമുക്ക് ഈ ബൈബിൾ വചനം മുറുകെ പിടിക്കാം. ഈ വചനത്തിൽ നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതം പണിയാം. എല്ലാവരോടും പറയും, എന്നെ കറക്റ്റ് ചെയ്യണോട്ടോ. എങ്ങനെയോ? വചനപ്രകാരം. തോന്നിയതൊക്കെ നിങ്ങളുടെ സമ്പ്രദായ പ്രകാരം എന്തെങ്കിലും പറയാം. കർത്താവ് പറഞ്ഞതുപോലെ നമ്മൾ നശിച്ചു പോകാനിടയായിരുന്നു. നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് ദൈവവചനത്തെ ദുർബലമാക്കും. അങ്ങനെ ഒരിക്കലും ഉണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ നമുക്കിന്ന് മനുഷ്യന്റെ സപ്പോർട്ട് കിട്ടുമായിരിക്കും, പക്ഷെ നാളെ ആരുടെ സപ്പോർട്ട് കിട്ടും? ആരുടെ സപ്പോർട്ട് കിട്ടില്ല. നമ്മൾ നശിച്ചു പോകാനായിട്ട് കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ വ്യർത്ഥമായി ഭജിക്കും. വ്യർത്ഥമായി മനുഷ്യ ഉപദേശങ്ങളെ നിങ്ങൾ ഏറ്റെടുക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ വ്യർത്ഥമായി ഭജിക്കും. ഇതുകൊണ്ടാണ്, ഇത് തന്നെയാണ് കർത്താവ് ഗിരിപ്രഭാഷണത്തിലും പറഞ്ഞത്, ഞാൻ ഈ പറയുന്ന വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെ. അപ്പൊ വചനങ്ങളെ കേട്ട്, വചനങ്ങളെ കേട്ടിട്ട് മനുഷ്യ സമ്പ്രദായത്തിലേക്ക് ഓടുന്നവനല്ല, വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെ പാറമേൽ അടിസ്ഥാനം വിട്ട് വീട് പണിയൊന്നും തുല്യനാണ്. വൻമഴ പെയ്തു, കാറ്റടിച്ചു, പക്ഷെ അത് വീണില്ല. അപ്പോൾ ഈ സഹോദരങ്ങളെ, വൻമഴ പെയ്യും, കാറ്റും അടിക്കും. നമ്മുടെ ജീവിതം വീഴരുത്. നമ്മൾ നിത്യം നിലനിൽക്കുവാനായിട്ട് കേട്ട വചനത്തിന്റെ മുമ്പാണ് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. നമ്മുടെ കണ്ണിലെടുക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാ കണ്ണുകളോടെ. Lord, we thank you and we love you. Appa, we thank you for the glorious work. Oh, അങ്ങയുടെ ഓമനപുത്രനായ ക്രിസ്തുവിനെ ഞങ്ങൾക്ക് തന്നതിനായി നന്ദി പറയും. ആ ക്രിസ്തുവിൽ ഞങ്ങളെ അങ്ങ് പണിതെടുക്കുക, നന്ദി പറയും. ക്രിസ്തുവിൽ ഞങ്ങളെ അങ്ങയുടെ മാറോട് അണയ്ക്കാൻ നന്ദി പറയും. അങ്ങ് തന്ന വചന ചിന്തകൾക്കായി നന്ദി. അങ്ങ് ക്രിസ്തുവുമായുള്ള ബന്ധം, തുടർന്ന് ആ ബന്ധത്തിലേക്ക് ഞങ്ങളെയും ചേർക്കുന്നതിനായി നന്ദി. ക്രിസ്തുവിൽ ഞങ്ങളെ അങ്ങയുടെ മാറോട് അണയ്ക്കുന്നതിനായി, കേട്ട വചനപ്രകാരം ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് വചനപ്രകാരം മാത്രമായിരിക്കും ഞങ്ങളുടെ, അല്ലാത്തതൊക്കെ ഒഴിവാക്കുവാൻ ഞങ്ങളെ ഈ ജനത്തെ കിടതാമത്തിന് അനുഗ്രഹിക്കും. സോഷ്യൽ മീഡിയയിലൂടെ, എല്ലാ ഓൺലൈൻ ഫെസിലിറ്റികളിലൂടെ അങ്ങയുടെ സന്ദേശം ശ്രമിക്കുന്ന സകലതയിൽ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. ഡാഡി, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ സമ്പ്രദായം ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നു, കേട്ടുകൊണ്ട് പലപ്പോഴും ഞങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നു, പക്ഷേ അറിവ്, സത്യം ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഇന്ന് സത്യം ഞങ്ങളെ അറിയിക്കുമ്പോൾ ഇനിയും സമ്പ്രദായത്തിലേക്ക് പോയി കെട്ടുപോകാതെ വചനത്തിന് അടിസ്ഥാനപ്പെട്ട് ജീവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെ സഹായിക്കും. ഈ ചിന്തകടനാഥത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവിടെ സകല ആവശ്യങ്ങളുടെ മേലും അങ്ങ് മഞ്ഞു മഴ ഞങ്ങളുടെ സമാധാനങ്ങളുടെ മേൽ കൽപ്പിക്കും. രോഗികളെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സൗഖ്യമാക്കും.
ഞങ്ങളെങ്കിൽ ആശ്രയിക്കുന്നു. ഇത്രത്തോളം സംസാരിച്ചതിനായി, ഇത്രത്തോളം ഇടപെട്ടതിനായി, ഇത്രത്തോളം പണിതതിനായി എല്ലാ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരികയാണ്. യേശു ക്രിസ്തു നാമത്തിൽ പിതാവേ. പ്രിയ സഹോദരങ്ങളെ, കാരണം അത്രത്തോളം നമ്മൾ സഹായിച്ചല്ലോ. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുകയാണ്. മറ്റുള്ളവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.